നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി വി.ഡി. സതീശനും കോൺഗ്രസ് പാർട്ടിയും രണ്ടു വഴിക്കോ? പുതുഭരണത്തിന്റെ മധുവിധു തീരും മുമ്പേ ഭരണം ഇത്തരത്തിലാണോ എന്ന ആശങ്ക ഉയരുന്നത് ഖേദകരമാണ്. കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തെ കണ്ടത്. കൂട്ടായ നേതൃത്വവും തീരുമാനവുമെന്ന് ആവർത്തിച്ചു പറഞ്ഞിരുന്നയാളാണ് സതീശൻ. വിജയിച്ചാൽ ക്രെഡിറ്റ് മുന്നണിക്കും, തോറ്റാൽ ഉത്തരവാദിത്തം തനിക്കെന്നും ആർജവത്തോടെ പറഞ്ഞ നേതാവുമാണ്. അതേ ആളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം കൈവന്നപ്പോൾ തനിപ്പിടിയുമായി തനി വഴിയിൽ നീങ്ങുന്നത്. മികച്ച ഭരണ നേട്ടങ്ങൾ പലതുണ്ടെങ്കിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കേൾക്കേണ്ടി വന്ന പഴിയും ഏറെക്കുറെ സമാനമായിരുന്നു. പാർട്ടിക്കും മുന്നണിക്കും മേലെ തീരുമാനങ്ങളെല്ലാം പിണറായിയുടേതായിരുന്നു. CPM എന്ന പാർട്ടിയുടെ പ്രത്യേകതയിൽ അതൊന്നും പരസ്യ എതിർപ്പായി പുറത്തു വന്നില്ല. പക്ഷേ പാർട്ടി അനുഭാവികൾക്കും ജനങ്ങൾക്കും അതിലുള്ള എതിർപ്പ് വോട്ടായി പ്രതിഫലിച്ചപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഇടതുമുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇടതുഭരണത്തിൽ പിണറായി എങ്ങനെയോ ഏറെക്കുറെ അതേ വഴിയിലൂടെയാണോ സതീശനും നീങ്ങുന്നെന്ന ആശങ്കയാണ് കോൺഗ്രസിൽ നിന്നും പുറത്തു വരുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകുന്ന തീരുമാനം, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി റിട്ടയർഡ് ജില്ലാ ജഡ്ജി N. ശേഷാദ്രിനാഥന്റെ നിയമനം, PM ശ്രീ പദ്ധതിയോടുള്ള സർക്കാർ നിലപാട്, PMAY പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകളിൽ എംബ്ലം പതിപ്പിക്കൽ തുടങ്ങി സുപ്രധാന വിഷയങ്ങളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയിലോ UDFിലോ വേണ്ട ചർച്ചയില്ലാതെയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാടുകളും തീരുമാനങ്ങളും. VM സുധീരനും PM നിയാസും തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കൾ പരസ്യ വിമർശനം ഉയർത്തുകയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെയുള്ളവർ പരോക്ഷമായി വിമർശനം ഉയർത്തുന്നതും നമ്മൾ കണ്ടു. അപ്പോഴും മുഖ്യമന്ത്രി തൻ്റെ നിലപാടിൽ തന്നെ തുടരുകയാണ്. മുഖ്യമന്ത്രിയെ പാർട്ടിയും മുന്നണിയും തിരുത്തുമോ, അതോ മുഖ്യമന്ത്രിയുടെ വഴിയിലേക്ക് പാർട്ടിയും മുന്നണിയും വഴങ്ങി നീങ്ങുമോ? ഇനി അതാണ് അറിയേണ്ടത്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. സജിത്താണ് ബാലരാമപുരത്തു നിന്നും ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ സജിത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സർക്കാർ ശരത്ത്, ഒരു സർക്കാരിൻ്റെ മധുവിധുകാലം കഴിഞ്ഞിട്ടില്ല, അപ്പോൾ തന്നെ പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ട് വഴിക്കാണോ എന്നുള്ള സംശയങ്ങൾ ഉയരുകയാണ്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പ് നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചപ്പോഴുണ്ടായ സാഹചര്യമാണ്. കാരണം അധികാരം കിട്ടുമ്പോൾ ഓരോരോ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ താങ്കൾ പറഞ്ഞോളൂ. ഓരോ സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അത് പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് തന്നെ മുമ്പോട്ട് പോകണം. കാരണം ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായിട്ടുള്ള ഓരോ താല്പര്യങ്ങൾ എടുത്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വളരാൻ പറ്റത്തില്ല. പാർട്ടി പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിച്ച് ആ രീതിയിൽ തന്നെ മുമ്പോട്ട് പോയാൽ മാത്രമേ ആ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയധികം പരാജയം ഉണ്ടാവാനുള്ള സാധ്യതയും ഈ കോൺഗ്രസ് ഇപ്പോൾ വിജയം വരാനുള്ള സാധ്യത നമുക്ക് അത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പൊ ഇനിയെങ്കിലും എല്ലാവരും ഒരുമിച്ച് നിന്ന് എന്തൊക്കെയാണ് ഇനി ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സമൂഹത്തിന് ജനങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വികസനങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിച്ച് ആ രീതി തന്നെ മുന്നോട്ട് പോകണം എന്റെ അഭിപ്രായം. ശരി, ശ്രീ കുഞ്ഞഹമ്മദാണ് വിളിക്കുന്നത്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ പാർട്ടിയും മുന്നണിയും മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ട് വഴിക്കാണോ നീങ്ങുന്നത്? ശ്രീ കുഞ്ഞഹമ്മദ്, കേൾക്കാമോ? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറയൂ. ഈ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് വി.ഡി. സതീശൻ ഒരു ദിവസം 3 പ്രാവശ്യം വാർത്താ സമ്മേളനം നടത്തുന്നു. ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇതിപ്പോ എല്ലാം ഓരോ തീരുമാനം എടുക്കാൻ നോട്ടാനടിച്ച് ഒരു എംബോക്കിയുടെ ഭരണ കേരളത്തിൽ നടക്കുന്നത് ഒന്നും തിരിയാത്ത. കാരണം നിങ്ങൾ കണ്ടില്ലേ, ഈ PM നിയാസ് എന്ന KPCCയുടെ സെക്രട്ടറി ഇന്നലെ ഉന്നയിച്ച ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിട്ടുള്ള വിവാദത്തില് എന്തെല്ലാം പറഞ്ഞ് കേരള കണ്ടെടുക്കല്ലേ. ആ ആൾക്ക് തന്നെ ഗവർണർ അംഗീകാരം കൊടുത്ത് സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. ഇപ്പൊ KPCC വൈസ് പ്രസിഡന്റ് കാണുകയില്ല. VS സുധീരൻ വന്ന് വിമർശിച്ച് അങ്ങനെ പല കോമാളിത്തരങ്ങളും കണ്ടെടുക്കുക കേരള ജന. ചിരിക്കുക എംബോക്കിയുടെ ഭരണ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ വാക്ക് ഏതെങ്കിലും തെറിയല്ല എങ്കിൽ പോലും കുറച്ചുകൂടി മാന്യമായ ഭാഷയിൽ സംസാരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ശരി, ശ്രീ മൊയ്തീൻ. ശ്രീ
മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത് നിന്ന്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, ഈ താങ്കളുടെ പാർട്ടി കേരളം കണ്ടതിൽ തന്നെ ഏറ്റവും മികച്ച വിജയം നേടി അധികാരത്തിൽ വന്നു. വി ഡി സതീശനെ പോലെ ഒരാൾ ഒരു ജനകീയ പിന്തുണ കൊണ്ടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തപ്പെടുന്നു. പക്ഷേ അതുവരെ ജനാധിപത്യം പറഞ്ഞിരുന്നയാൾ, കൂട്ടായ നേതൃത്വം എന്ന് പറഞ്ഞിരുന്നയാൾ ഇപ്പോൾ പാർട്ടിയോട് പോലും ആലോചിക്കാതെ നയപരമായ തീരുമാനങ്ങൾ പറയുകയും പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നത്? നമസ്കാരം. ഇത് എന്റെ പാർട്ടിയല്ല ഭരിക്കുന്നത്, ഇത് യൂട്ടേൺ പാർട്ടിയാണ് ഭരിക്കുന്നത്. ഇവര് കഷ്ടിച്ച് ഒരു 6 മാസം പോലും ഈ യൂട്ടേൺ സർക്കാർ ഇരിക്കത്തില്ല. കോൺഗ്രസ്സുകാരനല്ലേ? ഞാൻ കോൺഗ്രസ്സുകാരനാ. കോൺഗ്രസിന്റെ ഭരണമല്ല ഇപ്പൊ ഈ നടക്കുന്നത്. യൂട്ടേൺ സർക്കാർ എന്ന് പറയും. അതായത് സ്വന്തം തീരുമാനം എന്ത് തോന്നിയാവസവും കാണിക്കാവുന്നുള്ള പിണറായി വിജയൻ കാണിച്ച അതേ രീതിയിലാണ് ഈ യൂട്ടേൺ സർക്കാർ ചെയ്യുന്നത്. ഞാൻ തനി കോൺഗ്രസ്സുകാരനാണ്, അല്ലാതാണ്ട് മറ്റു പാർട്ടിക്കാരൊന്നുമല്ല. കഷ്ടിച്ച് 6 മാസം തികക്കത്തില്ല ഈ ഭരണം. ഈ രീതി ഇങ്ങനെ യൂട്ടേൺ അടിച്ച് മുന്നോട്ട് പോയാല കോൺഗ്രസ്സുകാരെ കംപ്ലീറ്റ് വെറുക്കും ഈ സർക്കാരിനെ. ആ അവസ്ഥയിൽ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. ശരി, ഒരു കോൺഗ്രസ് പ്രവർത്തകന്റെ കൂടി വിമർശനമാണ് ഇത്. ദീർഘകാലം നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുകയും കോൺഗ്രസിന് വേണ്ടി വീറോടെ വാദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് മൊയ്തീൻ കുഞ്ഞ് കായംകുളത്തു നിന്നും. അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തകനാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോൾ തിരിച്ച് പറയുന്നത്. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾക്ക് എന്താണ് പറയുന്നത്? ഈ പിണറായിയുടെ അതേ വഴിയിൽ തന്നെയാണോ ഇപ്പോൾ വി ഡി സതീശനും പോകുന്നത്? സാറേ, ഇത് കട്ട് ചെയ്താണല്ലോ 1-2 കാര്യം പറഞ്ഞു. പിണറായി വിജയൻ പിന്നെ ഇയാൾ വിജയന്റെ അടുത്ത് വരില്ല വി ഡി സതീശൻ. അത് വേറെ രണ്ടും രാത്രിയും പകലും പോലെ. പിന്നെ 40 ദിവസമുള്ളൂ നാറി നമ്മൾ തിരുവനന്തപുരം ഭാഷ പോയി കാപ്പറക്കി വരണം. ഇത്രയും നാശം പിടിച്ചു പാരണം. 40 ദിവസമായുള്ളൂ. ഇവര് 3000 രൂപ കൊടുക്കാമെങ്കിൽ 2000 രൂപ കൊടുത്തിരിക്കുക. 3000 രൂപ കൊടുക്കാത്ത അതവിടെ നിൽക്കട്ടെ. 3000 കൊടുക്കുന്നത് നിങ്ങൾ 2500 കൊടുക്കുന്നു പറഞ്ഞിട്ട് എപ്പോഴാണ് കൊടുത്തത്? തെരഞ്ഞെടുപ്പ് വന്നതിന്റെ തലേന്നല്ലേ കൊടുത്തത്? അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ 5-ാം കൊല്ലം കൊടുത്ത ആളുകൾ ഈ കയറി 1 മാസം 2 മാസത്തിനുള്ളിൽ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് വിമർശനം ഉന്നയിച്ചാൽ നാട്ടുകാർ ചിരിക്കും. അവർ നാട്ടുകാർ ചിരിക്കും ശ്രീ മഹി അങ്ങനെയൊക്കെ പറഞ്ഞാൽ. വേറെ എത്ര വിമർശനങ്ങൾ പറയാനുണ്ട്? താങ്കൾ എപ്പോഴും ഇങ്ങനെയാണ്. താങ്കൾ എനിക്ക് സംശയം എന്ന് വെച്ചാൽ താങ്കൾ ഈ CPM-നെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടിയാണോ താങ്കൾ ഈ ന്യായീകരണങ്ങൾ ആ പാർട്ടിയുടെ പേരിൽ ഉന്നയിക്കുന്നതെന്ന് സംശയം പോലും. അത്തരത്തിലുള്ള സംശയങ്ങളാണ്. അല്ലെങ്കിൽ താങ്കളെ പോലുള്ള ആളുകളുടെ ഇത്തരം ന്യായീകരണങ്ങൾ കൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യരൊക്കെ ആ പാർട്ടിയെ എതിരായ നിലപാട് സ്വീകരിക്കുന്നതെന്ന് തോന്നുന്നു. ഈ കോൺഗ്രസ് അടിയന്തര സമയത്ത് എന്തെല്ലാം കാണിക്കും, ഇപ്പൊ എന്തെല്ലാം കാണിക്കണം. റോഡിൽ ആൾക്ക് നടന്നു പോകില്ല രാത്രി. അപ്പൊ പോലീസുകാർ വിളിച്ചു എവിടെ പോണേ മറ്റാണ് മറിച്ചാണത്. സാറ് എന്തിനാണ് സാറ് ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്? എനിക്ക് മനസ്സിലാകത്തോണ്ടാണ്. ശരി മഹി, എന്തായാലും കൊള്ളാം. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്. ശ്രീ നാരായണനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ നാരായണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? വി ഡി സതീശൻ അതുവരെയും കൂട്ടായ നേതൃത്വം, കൂട്ടായ തീരുമാനം, കൂട്ടായ ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നയാൾ മുഖ്യമന്ത്രി ആയതോടുകൂടി ആ കൂട്ടായ്മയൊക്കെ വിട്ട് തനിപ്പിടിയിലേക്കാണോ മാറുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് ചിരിവരിയാണ് സാർ. ഇതുവരെ ഈ പാർട്ടി UDF-ന് അനുകൂലിച്ചവർ ഈ സങ്കടം പറയുന്നത് കേൾക്കുമ്പോ സത്യം പറഞ്ഞാല് നമ്മളത് മനസ്സിലാക്കി. താങ്കൾ പറഞ്ഞോളൂ. അല്ല, ഇവ പറ്റിപ്പോയി കർത്താവേ എന്ന് പറഞ്ഞ പോലെ ആയിട്ടേ കോൺഗ്രസ് ഇപ്പം വോട്ട് ചെയ്ത് പറ്റിപ്പോയിന്ന്. കാരണം ഇടതുപക്ഷത്തിന് ചില തകരാറ് പറ്റിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പിണറായി വിജയന് എന്തൊരു ഏകാധിപത്യത്തിന്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടാവും. അത് പോട്ടെ, അത് അവരെ ചിട്ടക്കൂടങ്ങനെ. പക്ഷെ ഇത് ഇത്രയും കിട്ടിയ വകയിലേക്ക് കാണിച്ചു കൂട്ടുന്ന ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നേരത്തെ മറ്റേ ഷാജിയിലൊക്കെ വാക്കുകൾ കേട്ടപ്പോ, ആ ഷാജിയുടെ വാക്കുകൾ KM ഷാജി എത്ര സ്ഥാനം ഉണ്ടാവും. പ്ലേറ്റ് മാറ്റി വെക്കാന്ന് പറഞ്ഞിട്ട് സിനിമയെ കണ്ടില്ലേ, നമുക്ക് ഇനി അങ്ങോട്ട് പ്ലേറ്റ് അങ്ങോട്ട് മാറ്റി വെക്കാം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി ഇവര്. എന്ത് ലീഗാണിത്? എന്താണ് ഇവിടെ നടക്കുന്നത്? വളരെ സങ്കടമുണ്ട് സാർ ഇത് കേൾക്കുമ്പോൾ. ശരി, ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്നും. ശ്രീ രാധാകൃഷ്ണൻ, ഈ ജനാധിപത്യത്തെക്കുറിച്ചും കൂട്ടായ്മയെക്കുറിച്ചും പറഞ്ഞ ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുമ്പോൾ തനി ഏകാധിപതിയെ പോലെ പെരുമാറുന്നോ എന്നുള്ള സംശയമാണ് പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൽ നിന്ന് അടക്കമുയരുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നും. ശ്രീ ബാലകൃഷ്ണൻ, ഈ വി ഡി സതീശനെതിരെ ഉയരുന്ന ഈ ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. എനിക്ക് പറയാനുള്ള വി ഡി സതീശൻ സാറിനെ പറ്റിയല്ല, എനിക്ക് പറയാനുള്ള കോൺഗ്രസിനെ പറ്റിയാ. ഇന്ത്യ രാജ്യത്തെ ഭൂരിഭാഗം സ്റ്റേറ്റും ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്.
ഇപ്പൊ ഈ നിലയിലെത്തിയത് ഈ ഒരു നിലപാട് കൊണ്ടാണ്. കാരണം കോൺഗ്രസിന് എവിടെയായാലും തമ്മിലടിയാണ് അവരെ പ്രശ്നം. ഈ പ്രാവശ്യം ഭരണം കിട്ടിയപ്പോൾ ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള ധാരണയായിരുന്നു പബ്ലിക്കിൽ ഉണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് വെച്ചാൽ മറ്റ് മുമ്പ് ഭരിച്ചു പോയവരൊക്കെ അത്തരം ഉഷാറന്മാരായിട്ട് പെൻഷനെ പറ്റിയൊന്നും സംസാരിക്കാനുള്ള സമയമായിട്ടില്ല. അവരാകെ ഒരു മാസമായിട്ടാണുള്ളൂ. കൃത്യമായിട്ട് 2000 കൊടുക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് ഒരു 6 മാസമെങ്കിലും സമയം കൊടുക്കണം. പിന്നെ എംബോക്കി ഭരണം സിംബോക്കി ഭരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാവരും എംബോക്കികളാണെങ്കിൽ എംബോക്കി ഭരണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അങ്ങനത്തെ വൃത്തികെട്ട, അതായത് അസഭ്യമായ വാക്കുകളെല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ മോശം. ഇവർക്കൊരു ഒരു കണ്ടുണ്ട്, എംബോക്കി സിംബോക്കി, ഇതൊന്നും ഒരു ശരിയല്ല സാർ. കാരണം ഭരണം കോൺഗ്രസിന്റെ ഗതികേട് തന്നെയാണ്. കോൺഗ്രസ് ഒരു സ്റ്റേറ്റും ക്ലച്ച് പിടിക്കില്ല. കാരണം അവർ തമ്മിലടിയാണ്. പിന്നെ പെൻഷനെ പറ്റിയുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും പറയണ്ട. അതൊക്കെ ആ കാര്യങ്ങളൊക്കെ ഈ ഒരു മാസത്തിലിടയ്ക്ക് അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉള്ളതുപോലെ പറയണ്ട നമ്മൾ. പക്ഷേ എങ്കിൽ ഈ ഒരു നിലപാടുണ്ടല്ലോ, ഇവർ ഈ കോൺഗ്രസിന്റെ നിലപാട് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ കോൺഗ്രസ് തകർന്നു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും ഇത് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. യു ടേൺ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ചില ബില്ലുകളിലെല്ലാം ഒപ്പിടുന്നത് അത് എന്താണ് യു ടേൺ ഒന്നുമല്ല. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെ എതിർത്തുകൊണ്ടൊന്നും ഒരു സർക്കാരിനും ഭരിക്കുവാനൊന്നും ആവില്ല. കാരണം ഒരു ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറഞ്ഞാൽ അത് ഒരു മോഡി സർക്കാർ ഉണ്ടാക്കിയ നയമൊന്നുമല്ലല്ലോ. രാജ്യത്തൊരു നയമില്ലേ. അപ്പൊ അതിനെയൊന്നും വ്യതിചലിച്ചുകൊണ്ടു പിന്നെ എംബ്ലം വെക്കുന്നതുകൊണ്ട് പാവപ്പെട്ടവന് വീട് കിട്ടണമെന്ന് പറഞ്ഞാലും ന്യായമില്ല. ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് തെരുവ് കിടക്കുന്ന ഒരു പാവപ്പെട്ടവനെ സംബന്ധിച്ച് ഒരു എംബ്ലം വെച്ചാലൊന്നും ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ കുട്ടികളെ ഒരു സുരക്ഷിതമായ വീട്ടിലാക്കുക എന്നുള്ള അഭിമാനം ഉണ്ടാവും. എന്റെ രാജ്യം എനിക്കൊരു വീടില്ലാത്തതുകൊണ്ട് വീട് തന്നു അഭിമാനിക്കുവാനുള്ളൂ. ഇതൊക്കെ ഇവർ കോമാളിത്തരം കാണിക്കുന്നതാണ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, പക്ഷേ ഒരു പാവപ്പെട്ടവൻ്റെ വീട് കൊടുത്താൽ, ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഒരു സഹായം കൊടുത്താൽ എൻ്റെ പേരതിൽ വലുതായിട്ട് എഴുതി വെച്ചാൽ പിന്നെ അയാളുടെ ഒരു ആത്മാഭിമാനമില്ലേ? അത് പേരെവിടെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്? അത് പദ്ധതി പ്രകാരം വീടാണ് എന്ന് പറഞ്ഞു. ഇപ്പം ഞാനൊരു വീട് വെക്കുന്നു, ആ വീട് വെക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് തന്നെ വന്ന് ഇത് PMI പദ്ധതി ഒന്നും പടവും ഒന്നും വേണ്ട, ആ PMI പദ്ധതി പ്രകാരം കിട്ടിയ വീട് എന്ന് എഴുതി വെച്ചാൽ ഈ വരുന്നവനും പോകുന്നവരും എല്ലാം കാണുന്നത് സ്വന്തമായി വീട് ഉണ്ടാക്കാൻ ഗതിയില്ലാത്തത് കൊണ്ട് എന്നേക്ക് സർക്കാർ സഹായം തന്ന് എൻ്റെ ഒരു ആത്മാഭിമാനമില്ലേ? അത് ഒരു ശരിയായ രീതിയല്ലേ? ഇപ്പോൾ കിറ്റ് കൊടുത്തിട്ട് കിറ്റിൻ്റെ പുറത്ത് സ്വന്തം പടം, മുഖ്യമന്ത്രിയുടെ പടമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ എംബ്ലമോ ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ്. കിറ്റാണെങ്കിൽ വേണമെങ്കിൽ കവർ മാറ്റി വെക്കാം, പക്ഷേ വീടിൻ്റെ മുന്നിൽ അടിച്ചു വെക്കുന്നത് മാറ്റി വെക്കാൻ കഴിയില്ല. അത് പാവങ്ങളെ അവഹേളിക്കൽ തന്നെയാണ്. അതിന് യാതൊരു സംശയവും ഒരിക്കലുമല്ല. ഏത് പദ്ധതി ആയാലും അതിന്റെ എംബ്ലം വെച്ചിരിക്കും. കാര്യം പറയട്ടെ, ഒരാള് സർക്കാരിൽ നിന്ന് വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വീട് വെക്കുക, അത് സ്വീകരിക്കുക എന്ന് പറയുന്നത് എല്ലാവരും വളരെ സന്തോഷത്തെ സ്വീകരിക്കുന്ന ഒന്നല്ല. എനിക്ക് അതിന് ശേഷിയില്ലാത്തത് കൊണ്ട്, എനിക്ക് സ്വന്തം നിലയിൽ അതിന് വരുമാനമില്ലാത്തത് കൊണ്ട് സർക്കാർ നൽകുന്ന ഒരു സഹായം അവർ സ്വീകരിക്കേണ്ടി വരികയാണ്. അപ്പോൾ അവരുടെ നെഞ്ചത്ത് തന്നെ കൊണ്ടുവന്ന് ഇത് സർക്കാർ തന്നതാണ് എന്ന് പറഞ്ഞ് അവിടെ എഴുതി വെക്കാൻ അത് അവരെ അപമാനിക്കലാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഏത് സർക്കാർ ചെയ്താലും, സംസ്ഥാന സർക്കാർ ചെയ്താലും കേന്ദ്ര സർക്കാർ ചെയ്താലും ആര് ചെയ്താലും അത് അവരെ അവമാനിക്കലാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം സാർ. നമ്മുടെ പബ്ലിക് ഓഫീസുകളിൽ മുഴുവൻ MLA പിന്നെ MLAയുടെ പബ്ലിക് ഓഫീസ് ഞാനോ ബാലകൃഷ്ണോ എന്റെ ഫണ്ട് എടുത്ത് പബ്ലിക് ഓഫീസിൽ വേണമെങ്കിൽ വെക്കാം. നിങ്ങൾക്ക് റോഡ് നിർമ്മാണം നടത്തിയാൽ നിങ്ങൾക്ക് വെക്കാം, അതിന്റെ വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചാൽ വെക്കാം, അവിടെ ഒരു പബ്ലിക് കമ്പൻസേഷൻ ഉണ്ടാക്കിയാൽ അവിടെ വെക്കാം. പക്ഷെ എന്റെ വീട് എന്ന് പറയുന്ന എൻ്റെ ഒരു സ്വകാര്യ ഇടത്തിൽ എനിക്കൊരു സഹായം നൽകിയിട്ട് അത് അവിടെ എഴുതി വെക്കണം. നാളെ മുതൽ റേഷൻ വാങ്ങുന്നവരുടെ എല്ലാം വീടിന്റെ മുന്നിൽ ഇത് റേഷൻ വാങ്ങുന്ന വീട്, ഇത് APL-കാരന്റെ വീട്, BPL-കാരന്റെ വീട് എന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അതിൽ പല ഒരു നാണക്കേട് വേറെ ഉണ്ടോ? അത് താങ്കൾക്ക് തോന്നുന്നതാ? താങ്കൾക്കല്ല, അഭിമാനമുള്ള ഏത് മനുഷ്യനും തോന്നും. അത് അല്പത്തരമാണ്. ആര് കാണിച്ചാലും അല്പത്തരമാണ്. സ്വന്തം പദ്ധതിയുടെ പേര് എഴുതി വെക്കണം, സ്വന്തം പടവട അടിക്കണം എന്ന് പറയുന്ന അല്പത്തരം തന്നെയാണ്, വേറെ സംശയമൊന്നുമില്ല. സാർ എന്ത് പറഞ്ഞാലും PMAY കൊടുക്കുന്നെങ്കിൽ PMAY എഴുതി എപ്പോഴും വെക്കേണ്ടി വരും. അതാ പറഞ്ഞത്, അത് അങ്ങനെയുള്ള നിബന്ധന വെക്കുന്നത് അല്പത്തരമാണെന്ന്. അത് താങ്കൾക്ക് തോന്നുന്നതാ? ഒരു വീട് എന്താണ്, എങ്ങനെ ഏത് രൂപത്തിൽ വീട് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ ഇത് കയറി കിടക്കാൻ വഴിയില്ലാത്തവർ മാത്രമേ ഇത് വീട് കൊടുക്കാവൂ. പൊങ്ങച്ചം കാണിക്കുന്നവർ ഈ വീട് കൊടുക്കരുത്. വീട് കയറി കിടക്കാൻ വഴിയില്ലാത്തവരെല്ലാവരും അഭിമാനമില്ലാത്തവരാണെന്ന് കരുതരുത് ബാലകൃഷ്ണൻ. ആര് പറഞ്ഞു അഭിമാനമില്ലാത്തവരാണെന്ന് കരുതരുത്. രാജ്യത്ത് എനിക്കൊരു വീട് വെച്ച് തന്നാൽ ആ വീടിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇന്ന ആൾ വെച്ച് തന്നു. ഒരു പാവപ്പെട്ടവന്റെ നാട്ടിൽ ആളുകൾ വീട് വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വീട് വെച്ച് കൊടുക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് വെച്ച വീട് എന്ന് പറഞ്ഞ് അതിന്റെ മുന്നിൽ എഴുതി വെച്ചാൽ പിന്നെ അയാൾക്ക് വീട് കൊടുക്കുന്ന എന്തിനാ? അതിൽ പരമാവധി അവമാനിക്കാൻ വേറെ വഴിയുണ്ടോ? അയാൾക്ക് അഭിമാനിക്കാനേ വഴിയുള്ളൂ. അഭിമാനം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് പേരെഴുതി വെക്കുന്നതാണോ അഭിമാനം? എനിക്ക് വീടില്ലാതായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി സർക്കാരാണ്. എന്നെ മാന്യമായി ജീവിക്കാൻ അനുവദിക്കാത്തതിന്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. ആ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എനിക്ക് വീട് വെച്ച് തരേണ്ടത്. അവിടെ എനിക്ക് വീട് വെച്ച് തന്നിട്ട് അവരുടെ പേരെഴുതി വെക്കണം എന്ന് പറഞ്ഞാൽ അത് അല്പത്തരമാണെന്ന് യാതൊരു സംശയമില്ല. വ്യക്തിയുടെ പേര് എവിടെ എഴുതുന്നില്ല. വ്യക്തിയല്ല, സർക്കാരിന്റെ പേരിൽ ആരുടെ പേര് എഴുതി വെക്കരുത്. PMAY
PMAY എന്ന് എഴുതരുത്. പ്രധാനമന്ത്രി ആവാസ് യോജന, പ്രധാനമന്ത്രി XRY, പ്രധാനമന്ത്രി ആരോ ആയിക്കോട്ടെ, XRY, PMAY. PMAY എന്നല്ല, ഒരു സാധനവും ഒരാളുടെ വീടിന് അത് മുന്നിൽ എഴുതരുത്. താങ്കൾക്ക് തോന്നുന്നതാണെന്ന്. ഒരു വീടില്ലാത്തവനെ സംബന്ധിച്ച് ചോദിച്ചു നോക്ക് താങ്കൾ. ഈ അല്ല, അതാ PMAY പറഞ്ഞത്, വീടില്ലാത്തവൻ ഗതികേട് കൊണ്ട് ഒരു വീട് വാങ്ങുമ്പോൾ അവന്റെ നെഞ്ചത്ത് കയറി നിങ്ങളുടെ പരസ്യം അത് ഒട്ടിക്കാന്ന് താങ്കളുടെ പറയുന്നത്. രാഷ്ട്രീയമാണ്. എന്താണ് അത് രാഷ്ട്രീയ യുദ്ധത്തിലേക്കാണ് സാറ് പോകുന്നത്. അത് രാഷ്ട്രീയ താല്പര്യമാണ്. ഒരു രാഷ്ട്രീയ താല്പര്യമല്ല, വീടുണ്ടാവുക എന്നുള്ള ലക്ഷ്യം. അല്പത്തരത്തിന് രാഷ്ട്രീയമൊന്നുമില്ല. ഈ എല്ലാം സാറിന് തോന്നുന്നത് അല്പത്തരാന്ന്. PMAY എംബ്ലം വെക്കുന്നതിന് യാതൊരു തെറ്റുമില്ല. ഒരു സംബന്ധിച്ച് വീടാണ് അവന് പ്രധാനം. അവന് രാഷ്ട്രീയ വിദ്യാലയങ്ങളല്ല. ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ മുതലെടുപ്പാണ്. അല്ലാതെ ഈ കിട്ടുന്ന അനുഭവിക്കുന്ന അത് തന്നെയാണ് ചില രാഷ്ട്രീയ പാർട്ടികളുടെ മുതലെടുപ്പ് തന്നെയാണ്. നിങ്ങൾക്കൊരു സഹായം ചെയ്തിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഒരു സഹായം ചെയ്തു കഴിഞ്ഞാൽ, ഒരാൾക്ക് ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ അയാളെ നാട്ടുകാർ പിരിച്ച് സഹായിച്ചാൽ അയാൾ നെഞ്ചത്തൊരു മാലയിട്ട് അതിന്റെ അറ്റത്ത് എഴുതി വെച്ചോണ്ട് നടക്കണം, നാട്ടുകാരുടെ സഹായം കൊണ്ട് ക്യാൻസർ രോഗത്തിൽ നിന്ന് മുക്തനായ ആൾ എന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ഇതൊരു കൊമകുടിക്ക് ന്യായമാണ് സാറ് പറയുന്നത്. ഇതൊരു പദ്ധതിയാണ് PMAY, പ്രധാനമന്ത്രി ആവാസ് യോജന. പ്രധാനമന്ത്രി ആവാസ് യോജന കിട്ടുന്നതാണ് പ്രധാനമന്ത്രി XRY. ആരായാലും വെക്കുന്ന തെറ്റില്ല. ഒരു വീടില്ലാത്തതിനെ സംബന്ധിച്ച് എന്റെ രാജ്യം എനിക്കൊരു വീട് തന്നു അഭിമാനിക്കുള്ളൂ. ഒരു വീടില്ലാത്ത അഭിമാനിക്കാനുള്ളൂ. എനിക്ക് വീടില്ലാതായി പോകുന്ന ജീവിതാവസ്ഥ ഉണ്ടാക്കിയ ഈ നാട്ടിലെ ഭരണാധികാരികളല്ലേ? ഈ നാട്ടിൽ കൊള്ളാവുന്ന ആളുകൾ കൊള്ളാവുന്ന രീതിയിൽ ഭരിച്ചിരുന്നെങ്കിൽ എനിക്ക് വീടില്ലാത്ത അവസ്ഥ ഉണ്ടാവില്ല. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തമാണത് വീടില്ലാത്തവർ വീട് കൊടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ എത്തണം. ഈ മുൻകാലങ്ങളിലെ ഭരണാധികാരികളാണ് അവിടെ പേരെഴുതി വെക്കാനല്ല എന്റെ ഉത്തരവാദിത്തം. PMAY അതൊരു പദ്ധതിയാണ്. ഏത് PMAY ആയാലും അത് ഔദാര്യമല്ല, അത് പബ്ലിക്കിന്റെ അവകാശമാണത്. ശരി, ഓക്കെ. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്. PM കിസാൻ പദ്ധതി 6,000 രൂപ കൊടുക്കുന്നുണ്ട് വർഷത്തിൽ. അത് വേണ്ടെന്നാ ഏത് പദ്ധതിയുടെ പേരില പിന്നെ കൊടുക്കുക? സാറൊന്ന് പേര് പറഞ്ഞാട്ടെ. പദ്ധതിക്ക് 6,000 രൂപ കൊണ്ട് പോകുന്ന കടയിലെല്ലാം അവരൊരു കൊടുക്കണം. ഇത് മറ്റേ ഈ പദ്ധതി പ്രകാരം കിട്ടിയ 6,000 രൂപ കൊണ്ട് അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കിട്ടിയ പൈസ കൊണ്ട് ഞാൻ ചെലവാക്കുന്നത് എന്ന് പറയുന്നത് പോലെയുള്ള നാണക്കേട് തന്നെ ഇതും. നാണക്കേടാണ്. അത് ഇല്ലാത്തവനെ സംബന്ധിച്ച് നാണക്കേടൊന്നുമില്ല, അഭിമാനം തന്നെയാണ്. ഇല്ലാത്തവരെ സംബന്ധിച്ച് നാണക്കേടുണ്ട്, അഭിമാനമുണ്ട്. സമ്പത്തുള്ളവരെക്കാൾ അഭിമാനമുള്ളവരാണ് ഈ നാട്ടിൽ സമ്പത്തില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ. അവരഭിമാനം വിട്ട് ജീവിക്കില്ല. കേരളത്തിലെ രാഷ്ട്രീയ കളിയായി, അതിന് യാതൊരു സംശയവും വേണ്ട. ശരി, ഓക്കെ. മറ്റേതെങ്കിലും സ്റ്റേറ്റിൽ PMAY എംബ്ലം വെക്കുന്നതുകൊണ്ട് വീട് വേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. കേരളത്തിൽ അനുഭവിക്കുന്നതിന് ആരും പറഞ്ഞിട്ടില്ല. ശരി, പാവപ്പെട്ടവന്റെ പുറത്ത് കുതിര കയറാൻ എല്ലാവർക്കും കഴിയും. അവിടെ പേരെഴുതി വെക്കാൻ ചില നാട്ടിലെ വലിയ സമ്പന്നരൊക്കെ ഉണ്ട്. അവർ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന് വീട് വെച്ച് കഴിഞ്ഞാൽ ഞാനാണ് ഈ വീട് കൊടുത്തത് എന്നുള്ളത് നാട്ടിൽ മുഴുവൻ അറിയിക്കുക. അതുവഴി ഒരു പരസ്യം അയാൾക്ക് കിട്ടുക. അതിനുവേണ്ടി സഹായിക്കുന്ന ചില ആളുകളുണ്ട്. അല്പത്തരം ഒരു സർക്കാർ കാണിച്ചാൽ അതിനെ മറ്റൊന്നും പറയാൻ കഴിയില്ല. ശ്രീ ഗൗതമാണ് കാസർഗോഡ്. ശ്രീ ഗൗതം, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ സർക്കാരും മുഖ്യമന്ത്രിയും രണ്ടു വഴിക്ക് നീങ്ങുന്നു എന്നുള്ള സംശയം ഈ തുടക്കത്തിലേ ഉണ്ടാവുന്നത് ഒരു ഭൂഷണമാണോ? ആദ്യം തന്നെ പറയാനുള്ളത്, ബാലകൃഷ്ണൻ വടകരയ്ക്ക് താങ്കൾ മറുപടി കൊടുത്തതിന് വളരെ നന്ദി. ഈ വിഷയത്തിലേക്ക് വരുന്നതെങ്കിൽ സർക്കാർ എല്ലാ കാര്യത്തിനും യൂട്ടേണല്ലേ പോകുന്നത്. ഒരു വിഷയം അത് സത്യപ്രതിജ്ഞയുടെ തൊട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വരെ എല്ലാ കാര്യവും യൂട്ടേണല്ലേ വരുന്നത്. അവരെ പാർട്ടിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പാർട്ടി ഒരു വഴിക്ക് പോകുന്നു, സർക്കാർ ഒരു വഴിക്ക് പോകുന്നു. അവരുടെ പാർട്ടിയിലായതുകൊണ്ട് ഇത്ര കാര്യങ്ങൾ പുറത്തെങ്കിലും അറിയുന്നു. താങ്കളുടെ പാർട്ടിയിലായിരുന്നെങ്കിൽ ഇത്ര കാര്യങ്ങൾ പുറത്തറിയില്ല, അത്രേ ഉള്ളൂ. അതല്ലേ പറഞ്ഞു? അതല്ലേ ഉണ്ടാവുന്നത്. ആര് പറഞ്ഞു? ആര് പറയണം? അവരെ പാർട്ടിയിൽ ഇതാ നമ്മളെ പാർട്ടിയിലും അറിയുന്നുണ്ടല്ലോ കാര്യങ്ങള്. അതുകൊണ്ടാണല്ലോ മാധ്യമങ്ങൾ അത്തരത്തിൽ ഇടപെടുകയും ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ പാർട്ടിയുടെ ആളുകളൊക്കെ വിമർശനങ്ങൾ പരസ്യമായി ഉന്നയിക്കാനും ഒക്കെ ധൈര്യം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത്തരം തിരുത്തലുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായേക്കും എന്ന് പ്രതീക്ഷിക്കാം. മറ്റേടത്ത് അതുപോലെ ഉണ്ടായില്ല. അവരെല്ലാം അതിനെ ന്യായീകരിക്കുകയായിരുന്നു എന്ന്. ശരി ഗൗതം. ശ്രീ അനിയൻകുട്ടനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ അനിയൻകുട്ടൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങളുടെ പാർട്ടി വലിയ ആവേശത്തിൽ അധികാരത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോൾ പാർട്ടിയോട് ആലോചിക്കാതെ നയപരമായ വിഷയങ്ങളടക്കം തീരുമാനമെടുക്കുന്ന തരത്തിൽ മുന്നോട്ട് പോകുന്നത് ശരിയാണോ? നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ.
ഈ എന്തോ യൂട്ടേൺ പോകുന്നത് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളും ബി ജെ പികളും അല്ലേ പറയുന്നത്. ഇവിടെ ഒന്ന് അവരുടെ മുൻ സർക്കാർ ചെയ്യുന്ന നയമല്ലേ ഇപ്പോഴും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി ആണേലും പിന്നെ ഇത് മദ്യനയത്തിന്റെ ആണേലും വീര്യം കുറഞ്ഞ മദ്യത്തിന് അത് അവരൊക്കെ എടുത്ത തീരുമാനമല്ലേ, അതല്ലേ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നടപ്പാക്കുന്ന മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ. സർക്കാർ നയം പ്രഖ്യാപിച്ചിട്ടില്ല. അത് പ്രഖ്യാപിച്ച് കഴിയുമ്പം പിന്നെ മുന്നണിയുടെ സർക്കാരിന്റെ രീതിയിലങ്ങ് പോകും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സർക്കാർ എടുത്ത തീരുമാനവും അവരൊപ്പിട്ട തീരുമാനവും നടത്തിക്കൊണ്ട് പോകുന്നത്. അതിന് ഇവിടെ യൂട്ടനാടിയൊന്നുമില്ല. ഈ സർക്കാർ യൂട്ടനാടിക്ക് പോകുന്നു, സതീശ് അങ്ങനെ പോകുന്നു ഒന്നും ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. എത്ര പാലും കുത്തിച്ചാടുന്നതിനൊക്കെ ഇനിയിപ്പോ അടുത്ത കാലത്തൊന്നും ഒരുത്തരും പ്രതീക്ഷിക്കണ്ട. ഇടതോ BJP ഒന്നും ഇവിടെ നോക്കണ്ട. സതീശനെ വെല്ലാനോ ഈ പാർട്ടിയെ വെല്ലാനോ ഈ മുന്നണിയോ ഈ സർക്കാരിനെ ഒന്നും വെല്ല ഒരു കുഞ്ഞുങ്ങളെ ഇനിയും വളർന്നു വരികയില്ല. പഴയ സർക്കാർ ചെയ്ത ഓരോ കാര്യങ്ങളാണ് സർക്കാർ ചെയ്തുകൊണ്ട് പോകുന്നത്. അത് സർക്കാരിന്റെ പുതിയ സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കുമ്പോൾ അവർ അതേ രീതിയിൽ പോകും. അപ്പോഴാണ് ഇവിടെ ഓരോ കാര്യം നിങ്ങൾക്ക് അറിയാൻ വെക്കുന്നത്. അതിന് ഇവർ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് കേട്ടോ അല്ലെ BJPക്കാർ പറയുന്നത് കേട്ടോണ്ടോ സർക്കാരിനെ ഒന്ന് കുറ്റപ്പെടുത്താൻ മാധ്യമങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കണം. പഴയ കാര്യമല്ലേ പറയുന്നേ, പഴയ കാര്യമല്ലേ ചെയ്യുന്നത്. അതിന് നമ്മളെല്ലാം പിന്നോട്ട് കൊടുക്കണം. ഇനിയും വരാൻ പോകുന്ന സർക്കാർ നയം പ്രഖ്യാപിക്കുമ്പോൾ ആ യൂട്ടയല്ല പൂക്കുറ്റി പോലെ പോകും സർക്കാർ. ഓരോ കാര്യങ്ങൾ ഇനിയും വരാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. വ്യവസായങ്ങളെ, സ്കൂള്, കുട്ടികൾക്കുള്ള വിമർശനങ്ങളൊക്കെ ഉയരുന്നത് പ്രതിപക്ഷത്തെക്കാളേറെ ഭരണപക്ഷത്തു നിന്ന് തന്നെയാണ്. KPCC പ്രസിഡന്റ് VM സുധീരനും KPCC ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി PM നിയാസും ഒക്കെ തന്നെയാണ് പരസ്യമായി തന്നെ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ശരി, ശ്രീ രാധാകൃഷ്ണനാണ് ചാത്തന്നൂരിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾ പറഞ്ഞോളൂ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീ കിരൺ നമ്മൾ ചർച്ച ചെയ്തത് തന്നെയാണ്. നമ്മൾ പല വിഷയങ്ങളും ഈ യൂട്ടേൺ വിഷയത്തിൽ നമ്മൾ ഇന്നും ചർച്ച ചെയ്യുന്നു. ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടതുപക്ഷക്കാർക്ക് സന്തോഷമുണ്ട്. ഈ ഇടതുപക്ഷത്തേക്ക് കുറ്റം പറയുന്നവരും പറഞ്ഞു വരുന്ന കാര്യം എന്താണ്? കഴിഞ്ഞ സർക്കാർ ചെയ്തത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സുഹൃത്ത് പറഞ്ഞത് കേരളം മുഴുവൻ ഇപ്പൊ ഇതാ ശ്രീ കിരൺ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അത് PM ശ്രീയിൽ അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ CPM അങ്ങനെ ചിന്തിച്ചെങ്കിൽ അത് തിരുത്താൻ CPI ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഈ UDF അങ്ങനെ തിരുത്താൻ ഒരു മുസ്ലിം ലീഗോ മറ്റൊരു പാർട്ടിയോ ഇല്ല. അപ്പം തിരുത്താൻ ഞങ്ങളൊരു മുന്നണിയാ, തിരുത്താൻ ഞങ്ങളിൽ ശക്തിയുണ്ട്. അപ്പം ഈ PM ശ്രീ വിഷയം അവിടെ നിൽക്കുമ്പോഴും കഴിഞ്ഞ സർക്കാരിന്റെ പിന്തുടർച്ചയാണ് നടക്കുന്നത് എന്ന് ശത്രുക്കൾ പോലും ദൈനംദിനം പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽപ്പോ ഒരു അംഗീകാരം ഇടതുപക്ഷത്തിന് എന്താ വേണ്ടത്? ചുരുക്കി പറഞ്ഞാൽ ശ്രീ കിരൺ, നമ്മൾ ഈ UDFന് ഇപ്പൊ യൂട്ടേൺ തിരിയാം. എന്താ കാര്യം എന്നറിയാമോ ശ്രീ കിരണിന്? അറിയാമോ? 99% കാര്യങ്ങളും കേരളത്തിൽ നടന്നു കഴിഞ്ഞു. അത് നേരത്തെ തന്നെ ഒരു സുഹൃത്ത് പേര് വയ്ക്കുന്ന കാര്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വീടിന്റെ കാര്യം പറഞ്ഞല്ലോ. അതിൽ തന്നെ എനിക്ക് കിരണിനോട് സ്നേഹത്തോടെ ഉള്ള ഒരു പരിഭവമുണ്ട്. ഈ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ഒരാൾ വെറുതെ ഇങ്ങനെ ഉറങ്ങുന്ന ഒരാളെ വിളിച്ചുണർത്താനൊക്കെ ഇങ്ങനെ തർക്കിച്ച് തോനെ സമയം എടുത്ത് കേട്ടോ. അത് പോട്ടെ, അത് കിരണിന്റെ വിവേചനമാണ്, അവിടെ നിൽക്കട്ടെ. അദ്ദേഹത്തിന് എന്താണ് അഭിമാനം? നമ്മൾ ഞാൻ ഇന്നലെ മറ്റൊരു ചാനലിലും ചർച്ച ചെയ്തു സെയിം വിഷയം. അവര് അതിനകത്തും ബഹുഭൂരിപക്ഷ ജനങ്ങളും പറയുന്നത് ഈ പേര് വെക്കണമെന്നാണ്. അതായത് രാജ്യസ്നേഹം എന്താണോ അതിനനുസരിച്ചാണ് ഈ വീടിന് പേര് ബോർഡ് വെക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർ കമ്പയർ ചെയ്യുന്നത്. എന്തൊരു വിരോധാഭാസമാണ്. ജനങ്ങൾക്ക് ഇത്ര ബോധമില്ലല്ലോ എന്ന് ആലോചിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും രാജ്യസ്നേഹവും കൂടെ ചേർത്തിട്ടാണോ PM ശ്രീ പദ്ധതിയുടെ വീട് വെക്കുന്ന കാര്യം? അല്ല, ഈ വീട്ടില് പ്രധാനമന്ത്രിയുടെ പേര് വെച്ച് അത് വീടിന് മുന്നിൽ പ്രദർശിപ്പിക്കണമെന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതല്ലേ അത്? ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ കിരൺ അറിയാം, ഞാനൊരു CPI കാരനാണ്. എന്റെ പ്രദേശത്തെ CPIയുടെ ബ്രാഞ്ച് സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റി അംഗമൊക്കെ ഞങ്ങളെ സർക്കാർ കൊണ്ടുവന്ന ലൈഫ് പദ്ധതി പോലും എന്റെ ശ്രദ്ധയിൽപ്പെട്ട വീടുകളിൽ ഒന്നും ആ ലൈഫ് എന്ന് എഴുതി വെക്കാൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. ഞങ്ങളെ പ്രദേശത്ത് വന്ന് ഞങ്ങൾ കാണിച്ചു തരാം. പല വീടുകളും ഉണ്ട് ലൈഫ് പദ്ധതി എന്ന് മഞ്ഞ പെയിന്റിനകത്ത് കറുപ്പ് പേരെഴുതി ഞങ്ങൾ അടുത്തുള്ള വീടുകളിൽ വെക്കാൻ ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല. കാരണം ആദ്യം ഈ ഇടതുപക്ഷ സർക്കാരിന്റെ തീരുമാനം അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് നിർബന്ധമാക്കിയില്ല. പലരും ലൈഫിൽ 5 ലക്ഷം വീട്, കിരണിനറിയാമല്ലോ, വീട് വെച്ചു കൊടുത്ത് ഈ സർക്കാർ അത് നിർബന്ധമാക്കിയിട്ടല്ല. ഇപ്പൊ പുതിയ വെച്ച വീടുകളിലൊന്നും എഴുതണമെന്നും നിർബന്ധമില്ല. അത് ഇടതുപക്ഷ സർക്കാർ അവസാന സമയത്ത് ആ ഒരു വിവേകം കാണിച്ചതുകൊണ്ടാണ്. അവരുടെ നാണക്കേടല്ലേ അവരുടെ ഇല്ലായ്മയെ ചോദ്യം ചെയ്യുന്നത്? അതൊന്നും ജനങ്ങൾക്ക് അറിയത്തില്ല. അവരെന്താണ് ഒരു അമിതമായ നരേന്ദ്രമോദി ോടുള്ള ഒരു അമിതമായിട്ടുള്ള ഒരു ഭ്രമം, അത് നൈമിഷികമാണ്. ഒരു പാർട്ടിയോട് തോന്നുന്നതല്ല. ഒരു മോഡി എന്നുള്ള BJP എന്നുള്ള കാര്യം ഇപ്പം ആരും പറയാറില്ലല്ലോ. അത് ജനങ്ങളിൽ അങ്ങ് വളരെ അടിച്ചായിട്ട് ബാധിച്ചു പോയി. അത് രാജ്യം വളരെ അത് വരും കാലങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരിക്കലും അത് പ്രധാനമന്ത്രിയോടുള്ള ഒരു അമിത സ്നേഹം കൊണ്ട് പലരും പറയുന്നതാ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനം. പിന്നെ മറ്റൊരു കാര്യത്തിൽ ചിലർ പറഞ്ഞ് എനിക്ക് അഭിപ്രായമുണ്ട് കേട്ടോ, MLA MP ഉൾപ്പെടെ ഒന്നും ബോർഡ് വെക്കരുത്. എന്തിനാ? അതിന്റെ കാര്യമില്ല.
ഇപ്പൊ ഒരു MLA ഫണ്ടിൽ നിന്ന് 5 ലക്ഷം വിനിയോഗിച്ച് 5 കോടി വിനിയോഗിച്ചിട്ട് കെട്ടിടം നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ അതിൽ എഴുതി വെക്കുന്നത് കൊണ്ട് ആരുടെയും മാനാഭിമാനം, ഒരു വ്യക്തിക്ക്, ഒരു പൗരന് മാനാഭിമാനക്കേട് ഉണ്ടാകുന്നില്ല. അതിനെയും ഇതിനെയും കൂടെ എങ്ങനെയാണ് ശ്രീ കിരൺ താരതമ്യം ചെയ്യുന്നത്? അതാണ് പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത്. മനസ്സിലായില്ല താങ്കൾ ഉദ്ദേശം എങ്ങനെയാണെന്ന്. നമ്മളിപ്പോ ചിലർ പറയുന്നത് കേട്ടപ്പോ ഈ പ്രധാനമന്ത്രി യോജന എന്നും പറഞ്ഞ് വീടുകൾക്ക്, സൗജന്യ വീടുകൾക്ക് ബോർഡ് വയ്ക്കുന്ന ഒരു തർക്കം വന്നല്ലോ. അതിനെ MLA MP ഫണ്ടുകൾ കൊണ്ട് മറ്റു നിർമ്മാണ പ്രവർത്തനം ചെയ്യുന്നതിനെ താരതമ്യം ചെയ്യുക. കൃത്യമായി മറുപടി പറഞ്ഞല്ലോ ആ സമയത്ത്. അത് എനിക്ക് മനസ്സിലായി. അത് തന്നെയാണ് ശ്രീ കിരൺ പറഞ്ഞാണ് എന്റെ ശരി. ഇപ്പൊ MLA ഫണ്ടിൽ നിന്ന് ഒരു പേര് വെച്ചെന്ന് വിചാരിച്ചാൽ അതിന്റെ ഏതെങ്കിലും ഒരു പൗരന്റെ ആത്മാഭിമാനത്തിൽ അതുപോലാണോ സൗജന്യ വീട് ബോർഡ് വെക്കുന്നത്? റോഡ് നിർമ്മിച്ചാൽ അവിടെ പേര് വെക്കുന്ന പോലെ അല്ല നിങ്ങൾക്ക് ഒരു വീട്. അതെ അതെ അതെ. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം ഇദ്ദേഹത്തിന്റെ ഏകാധിപത്യ രീതിയെ കുറിച്ചാണ് അത് സംസാരിക്കുന്നത്. ശ്രീ കിരൺ ഒന്ന് മനസ്സിലാക്കണം. അദ്ദേഹം, നമുക്കറിയാമല്ലോ ശ്രീ കിരൺ, ഈ സർക്കാർ അധികാരമേറ്റ സമയത്ത് മുഖ്യമന്ത്രിയെ തീരുമാനിക്ക് എത്ര ദിവസം എടുത്തു? അന്നേ നമ്മൾ തീരുമാനിച്ചല്ലോ MLA മാരുടെ പിന്തുണ സതീശനില്ല. MLA മാരുടെ പിന്തുണ സതീശനില്ല. അതെ അതെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് MLA മാരുടെ താല്പര്യം ബാബുവാണ് കുന്നംകുളത്തുനിന്ന്. ശ്രീ ബാബു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ തുടക്കത്തിൽ തന്നെ ഒരു സർക്കാരിൽ ഇത്തരത്തിൽ പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ടു വഴിക്കോ എന്നുള്ള സംശയം ഉയരുന്നത് പോലും ഖേദകരമാണ്, നാണക്കേടാണ്. അല്ല, എനിക്കതിനെ കുറിച്ച് വ്യക്തമായ അഭിപ്രായം പറയാനുണ്ട്. പക്ഷെ ഞാനിപ്പോ വിളിച്ചത് അത് പറയാൻ വേണ്ടിയിട്ടല്ല. കുറച്ചു മുന്നേ, ഞാൻ ഈ പരിപാടി ആദ്യമായിട്ട് കാണുകയാണ്. കുറച്ചു മുന്നേ ഒരു ബാലകൃഷ്ണൻ വടകര എന്ന് പറഞ്ഞ ഒരു അല്പൻ വിളിച്ചിട്ട് കുറെ അല്പത്തരങ്ങൾ പറഞ്ഞൂടെ. അത് നിങ്ങൾ ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു. താങ്കൾ അത് കട്ട് ചെയ്യേണ്ടതായിരുന്നു ആ കോള്. ശ്രീ ബാബു, താങ്കൾക്ക് ഇതിന്റെ രീതി അറിഞ്ഞുകൂടാണ്ടാണ്. ഒരാൾക്ക് അഭിപ്രായം പറയാനുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പൊ എല്ലാവരും ഞാൻ ഉദ്ദേശിക്കുന്ന അഭിപ്രായം എല്ലാവരും പറയണമെന്ന് കരുതിയാൽ അത് നടക്കില്ല. ഓരോരുത്തർക്കും അവരുടെ ബാലകൃഷ്ണൻ്റെതായ അഭിപ്രായം, ബാബുവിന് ബാബുവിൻ്റെതായ അഭിപ്രായം. അത് താങ്കൾക്ക് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട്, അദ്ദേഹത്തെ തെറി പറയാതെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തോട് താങ്കൾക്ക് വിയോജിക്കാം. അതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ അത് പറയാൻ അനുവദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. ഒരാൾ തെറി പറഞ്ഞാൽ ഞാൻ ഒഴിവാക്കും. അല്ലാതെ ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നത് അയാളുടെ വാദം അങ്ങനെയാണ്, അതുകൊണ്ട് അത് പറഞ്ഞുകൂടെ? അതുകൂടി കേൾക്കേണ്ട ആളുകൾ. അല്ല, അതിൽ എന്ത് ലോജിക്കാണ് അയാൾ പറയുന്നത്? ലോജിക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ വിഷയമല്ലേ ബാബു? അത് ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം പറയാനുള്ള അവസരമാണ് പൊതുവേദി. ഓക്കെ, ഒരു 70,000-80,000 രൂപയാണ് ഈ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത്. ബാക്കിയുള്ള സംഖ്യ എല്ലാം സംസ്ഥാന ഗവൺമെന്റ് ആണ് എടുക്കുന്നത്, ഒരു 3 ലക്ഷത്തിലധികം പൈസ. എന്നിട്ട് അവിടെ ഒരു ലോഗോ വെക്കണം എന്ന് പറഞ്ഞിട്ട് അത് അയാൾ വലിയൊരു അഭിമാനമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹലോ, ശരി, ഓക്കെ ബാബു, കേൾക്കാം. താങ്കൾ അതിന് കൃത്യമായ മറുപടി കൊടുത്തു, എങ്കിലും അത് അനുവദിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി ബാബുവിന്റെ അഭിപ്രായം അങ്ങനെ. നമ്മുടെ പൊതുവേദിയുടെ ഒരു പോളിസി തന്നെ, പൊതുവേദിയിൽ ഓരോരുത്തർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ കാണും. ചിലരുടെ അഭിപ്രായങ്ങൾ മറ്റുള്ളവർക്ക് ചിലപ്പോൾ ദഹിക്കില്ല, ചിലർക്ക് അത് യോജിക്കില്ലെന്ന് തോന്നും. പക്ഷെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യരും ഉണ്ട്. ആ അഭിപ്രായം കേൾക്കുക, അതാണല്ലോ ജനാധിപത്യം. അല്ലാതെ നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റാണെന്നുകൊണ്ട് നിങ്ങളെ കട്ട് ചെയ്ത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ കട്ട് ചെയ്ത് വിടാറില്ല. സമയം കൂടുതലായാൽ കട്ട് ചെയ്ത് വിടുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ കട്ട് ചെയ്ത് വിടാറില്ല. ഓക്കെ, ഞാൻ ഈ പരിപാടി ആദ്യമായിട്ടാണ് കാണുന്നത്. ബാബു സിനിമ ഈ പരിപാടി കാണും, പാടുകയും വിളിക്കുകയും ചെയ്യും. ഓക്കെ, ഞാൻ ശ്രമിക്കാം. ശരി, കുന്നംകുളത്ത് എവിടെയാണ് വീട്? എന്റെ വീട് കുന്നംകുളത്ത് നിന്ന് ഒരു 5 കിലോമീറ്റർ പോണം, അഞ്ഞൂരി എന്ന് പറയും. ശരി, എന്ത് ചെയ്യുന്നു ബാബു? ഞാനിപ്പോ ഗൾഫ് റിട്ടേൺ ആണ്. ശരി, അപ്പൊ എന്തായാലും നാളെ മുതൽ പരിപാടി കാണും, എന്നിട്ട് നമുക്ക് വിളിക്കുക, സംസാരിക്കാം. എല്ലാ ദിവസവും ഈ പരിപാടി. ശരി, ശ്രീകുമാറാണ് പാരിപ്പള്ളിയിൽ നിന്ന്. ശ്രീകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? മുഖ്യമന്ത്രിയും ഈ പാർട്ടിയും അല്ലെങ്കിൽ മുന്നണിയും ഒക്കെ രണ്ടു വഴിക്കാണോ? ശ്രീകുമാറിൻ്റെ ടെലിഫോൺ വന്നതിൽ ചില തടസ്സമുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് വേഗത്തിൽ ചില യൂട്യൂബ് കമൻറ്റുകൾ കൂടി വായിക്കേണ്ടതുണ്ട്. യൂട്യൂബിൽ നിരവധി ഇതുമായി ബന്ധപ്പെട്ട കമൻറ്റുകൾ വന്നിട്ടുണ്ട്. മറ്റ് ചില കമൻറ്റുകളൊക്കെ തമ്മിലുള്ള സംഭാഷണങ്ങൾ. നമസ്കാരം, കിരൺ സുകുമാർ, ഷിജു കുര്യത്ത്. കേരളത്തിൽ BJPയുടെ വോട്ട് ഷെയർ 2021 നിന്ന് കുറയുക, അത് ഇതുമായി ബന്ധപ്പെട്ട വിഷയമല്ല. പാർട്ടി മെമ്പേഴ്സ് സിംഗിങ് കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്നത് എനിക്കൊന്ന് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ചാന്ന് തോന്നുന്നു ഷിജു കുര്യത്ത് പറഞ്ഞിരിക്കുന്നത്. ജയകുമാർ നമസ്കാരം പറയുന്നു. പിന്നീട് കുറേയേറെ നമസ്കാരങ്ങളുണ്ട്. ജയനെ മിക്കവാറും എല്ലാ ദിവസവും ന്യൂസ് 18 വീഡിയോയുടെ പിറകെയാണല്ലോ. ഇതുപോലെ ഇവർ പിണറായി വിമർശിക്കാൻ വീഡിയോയുടെ എന്നായിരിക്കും ചിലപ്പോൾ, വീഡിയോയുടെ പിറകെയാണല്ലോ. ഇതുപോലെ ഇവർ പിണറായി വിമർശിക്കാൻ ധൈര്യം കാണിച്ചിട്ടുണ്ടോ എന്ന് ശശിധരൻ പിള്ള ചോദിക്കും. ശശിധരൻ പിള്ള നമ്മുടെ ഈ സർക്കാർ കയറുന്നതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ പൊതുവേദിയുടെ ഫയൽ നിങ്ങൾക്ക് ന്യൂസ് 18 കേരളയുടെ യൂട്യൂബ് ചാനലിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പൊതുവേദിയുടെ പ്രത്യേകമായ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഉണ്ട്. അതിൽ വിശാലമായി കിടപ്പുണ്ട്. അതിൽ താങ്കൾക്ക് നോക്കാം ഞങ്ങൾ പിണറായി വിമർശിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിണറായി ആയാലും VD സതീശനായാലും നരേന്ദ്രമോദി ആയാലും വിമർശിക്കേണ്ട ഘട്ടം വരുമ്പോൾ വിമർശിക്കുക, അത്തരം ചോദ്യങ്ങൾ ഉയർത്തുക. പിണറായിയെയും
വി ഡി സതീശനെയും നരേന്ദ്രമോദിയെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും പറയാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. അതിൽ യാതൊരു മാറ്റവുമില്ല. ഈ കണ്ണടച്ച് ഇരുട്ടാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ശശിധരൻപിള്ളയ്ക്കൊക്കെ കാര്യം അറിയാവുന്ന ആളാണ്. ഒരിക്കൽ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും വന്നാൽ എന്നാൽ ന്യൂസ് 18 അങ്ങനെയാണ്, ചിലർ അങ്ങനെയാണ്. CPM-നെ എതിർത്ത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ്സുകാരാണ്, BJP-കാരാണെന്ന് പറയും. കോൺഗ്രസിനെ എതിർത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ CPM-കാരാണ്, BJP-കാർ ഇതുപോലെ തിരിച്ച് എല്ലാ ഘട്ടത്തിലും സ്വന്തം പാർട്ടിയെ എപ്പോഴും അനുകൂലിക്കണമെന്ന് ഒരു പാർട്ടിക്കാരനും വിചാരിക്കരുത്. അതെപ്പോഴും ഓർമ്മ വേണം. സ്വാഭാവികമായും ഇനിയിപ്പോൾ വി ഡി സതീശന് എൻ്റെ വിഷയങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. മുമ്പ് പിണറായി വിജയന് നേരെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിന് നേരെയാണ് കൂടുതൽ ചോദ്യങ്ങൾ സ്വാഭാവികമായും ഉയരുക. അപ്പോൾ അവിടെ അത്തരം ചോദ്യങ്ങൾ ഇനിയായാലും നല്ലത് ചെയ്താൽ നല്ലതെന്നും ചീത്ത ചെയ്താൽ ചീത്തതെന്നും ഒക്കെ പറയേണ്ടി വരും. പിണറായിയും സതീശനും തമ്മിൽ പേരിൽ മാത്രമേ മാറ്റമുള്ളൂ, പ്രവൃത്തി ഒരുപോലെയാണ് എന്ന് പറയുന്നു. പാർട്ടിക്ക് മേലെ എന്ന് പറയുന്നു. ഡൽഹിയിലെല്ലാം പാർട്ടിയുടെ തീരുമാനം മാത്രമാണോ എന്ന് ശശിധരൻപിള്ള ചോദിക്കുന്നു. ജയകുമാർ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഒരു നിലപാടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ, പാർട്ടിക്കകത്ത് ഒരു പ്രശ്നവുമില്ല, ചാനലുകാർക്ക് എന്തെങ്കിലും വാർത്ത വേണ്ടേ എന്നാണ് ജയകുമാർ ചോദിക്കുന്നത്. ജയകുമാറെ, ഞങ്ങളാണോ, ഞങ്ങളുടെ ചാനലിൻ്റെ പ്രതിനിധിയാണോ VM സുധീരനും, ഞങ്ങളുടെ ചാനലിൻ്റെ ഏതെങ്കിലും പ്രതിനിധിയാണോ PM നിയാസും ഒക്കെ? അതൊക്കെ നിങ്ങളുടെ പാർട്ടിയുടെ നേതാക്കളല്ലേ, അവരല്ലേ ചാനലുകാരുടെ മുന്നിൽ നിന്ന് ഇതൊക്കെ പറഞ്ഞത്. അവരോടല്ലേ ഇത്തരം ചോദ്യങ്ങളുണ്ടെങ്കിൽ ശ്രീ ജയകുമാറെ താങ്കൾ ചോദിക്കേണ്ടത്. ജയൻ ചേട്ടാ, കോൺഗ്രസ്സുകാരൻ മൊയ്തീൻ കുഞ്ഞ് പറയുന്നത് കേട്ടില്ലേ എന്നൊക്കെ സുനിൽകുമാർ ചോദിക്കുന്നു. അജിത് കുമാർ മാറോളി പറയുന്നു അദാനിയും BJP-യും പിന്നിലുണ്ടെങ്കിൽ സതീശൻ എന്തിന് പേടിക്കണം എന്നൊക്കെ പറയുന്നു. പാലം കടക്കുവോളം നാരായണ, പാലം കടന്നാൽ കൂരായണ, അതല്ലേ അതാർക്കും നല്ലതല്ല എന്ന് സുനിൽകുമാർ പറയുന്നു. ശശിധരൻപിള്ള എങ്ങനെ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞും മൊയ്തീന്മാർ വരും, ഇങ്ങനെയാണെന്നും പറഞ്ഞ് മൊയ്തീന്മാർ വരുമെന്ന് പറയുന്നു. അങ്ങനെയല്ല ശ്രീ ശശിധരൻപിള്ള, മൊയ്തീൻ കുഞ്ഞ് ദീർഘകാലമായി പൊതുവേദിയുടെ പ്രേക്ഷകനാണ്. കോൺഗ്രസിന് വേണ്ടി വീറോടെ ഒരുപാട് കാലം ഒരുപാട് വിഷയങ്ങളിൽ വാദിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. വി ഡി സതീശൻ പിണറായിക്കൊപ്പം എത്തണമെങ്കിൽ ചാർട്ടേഡ് വിമാനത്തിൽ 10 പ്രാവശ്യമെങ്കിലും പോകണമെന്നാണ് VRPS1ZS എന്നൊക്കെ പറഞ്ഞ് ഒരാൾ എഴുതിയിരിക്കുന്നു. പ്രമോദ് നാണു പറയുന്നു വിസ്മയം തുടരും എന്ന് പറയുന്നു. ജയകുമാർ, സുനിലെ നമസ്കാരം, അയാൾ കോൺഗ്രസ്സുകാരനാണോ എന്ന് അറിയില്ല സുനിലെ എന്നൊക്കെയാണ് പറയുന്നത്. അത്തരം ചില തർക്കങ്ങൾ അവർ തമ്മിൽ. രഘുനന്ദനൻ, ഒരു തീരുമാനമെടുക്കുമ്പോൾ മുന്നണിയിലുള്ള എല്ലാവരുമായിട്ട് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ, അതില്ലാത്തത് തുടക്കം മുതൽ സർക്കാരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രഘുനന്ദനൻ തിരുവില്ലാമാരമാണ് ആ വിഷയം പറയുന്നത്. പ്രതിപക്ഷം പറയും പോലെ പാർട്ടിയും പറയും പോലെയും ഭരിക്കാനല്ല സതീശൻ മുഖ്യമന്ത്രിയായത്. പ്രതിപക്ഷം പറയുന്ന പോലെ ഭരിക്കാനല്ല, പക്ഷേ പാർട്ടി പറയുന്നത് പോലെ ഭരിക്കാനാണ്. ആരായാലും ആ പാർട്ടിയുടെ ലെവലിലാണ് മത്സരിച്ചത്. സതീശൻ എന്ന വ്യക്തിയല്ല, കോൺഗ്രസ്സുകാരനായ സതീശൻ, കോൺഗ്രസിൻ്റെ നേതാവായ സതീശനാണ് മത്സരിച്ചത്. അത് UDF-നും ആണ് ആ വോട്ട് ജനം നൽകിയത്, അല്ലാതെ ഏതെങ്കിലും വ്യക്തിക്ക് നൽകുന്ന വോട്ടല്ല. അതിന് സതീശനായാലും പിണറായി ആയാലും മോദി ആയാലും ആരായാലും അതെല്ലാം അവരുടെ ഇന്ത്യൻ ജനാധിപത്യം അങ്ങനെയാണ്. രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിക്കുന്നത്. ആ പാർട്ടികളോട് അവർ പറയുന്നത് കേൾക്കാനുള്ള ഉത്തരവാദിത്വം അത് ആ മുഖ്യമന്ത്രിക്കായാലും പ്രധാനമന്ത്രിക്കായാലും മന്ത്രിമാർക്കായാലും ഉണ്ട്. സമൻ വിത്ത് ആക്ച്വൽ വ്ളോഗ് എപ്പിസോഡ് 26. നല്ല കാര്യങ്ങളെന്നും കുത്തിത്തിരിപ്പുണ്ടാക്കി വർഗീയത പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കുക. അന്ന് കേരളത്തിലെ ഇവരെ പോലുള്ള ചാനലുകളാണ് ഈ കുറ്റം പറയും നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ പറ്റുമോ എന്നിട്ട് പറയുമെന്ന് പറഞ്ഞ്. ഒരു ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് കളിച്ചത് മോശമായെന്ന് പറഞ്ഞാൽ നിങ്ങളെന്നാൽ അതിനേക്കാൾ നന്നായി കളിച്ച് കാണിക്കുക എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തമാശ മാത്രമാണ് ശ്രീ സമൻ്റേത്. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായി കാണുമെന്ന് തോന്നുന്നു. മുരളി, വീട് ലഭിക്കുന്നവർക്കില്ലാത്ത തൊടുനയങ്ങൾ പറഞ്ഞ് അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുന്നു മുരളി പറയുന്നു. ആരുടെയും ആനുകൂല്യമൊന്നുമല്ല ആർക്കും വീട് വെച്ച് കൊടുക്കുന്നത്. സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത്തരം വീടില്ലാത്തവന് വീട് കൊടുക്കുക, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും, നാട്ടിൽ ആൾക്കാർക്ക് ജോലി കൊടുക്കുക എന്നൊക്കെ ഉള്ളതും, നാട്ടിൽ സൗകര്യമൊരുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അത് ആർക്കെങ്കിലും അത് നൽകുന്നത് എന്തെങ്കിലും ഒരു ആനുകൂല്യം ആരും നൽകുന്നൊന്നുമല്ല ഇതൊന്നും. PM വെച്ച് തന്ന വീടാണെങ്കിൽ ആരും അഭിമാനിക്കും. കിരണിന് മോശമായിട്ട് തോന്നാം, നാട്ടുകാർ അഭിമാനിക്കും. ഒരു PM എംബ്ലം ഉണ്ടെങ്കിൽ എന്ന് ഗോമാതാജി പറയുന്നു. ഗോമാതാജി എന്ന പേര് സ്വീകരിക്കാൻ തന്നെ താങ്കൾ തയ്യാറായ ആളിന് ഇതിലൊക്കെ അഭിമാനം തോന്നും, അതിന് യാതൊരു സംശയവുമില്ല. അത് സാധാരണക്കാരുടെ അഭിമാന ബോധവും താങ്കളുടെ അഭിമാന ബോധവും വേറെയാണ് എന്നതുകൂടി. അവതാരകൻ ആർക്കെങ്കിലും വല്ല സഹായം ചെയ്തിട്ടുണ്ടോ? പക്കാ രാഷ്ട്രീയം കളി ആരെ സൂചിപ്പിക്കാനാണെന്ന് എന്ന് ചോദിക്കുന്നു. ഈ സമാൻ തന്നെയാണ് വീണ്ടും അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഞാൻ സഹായം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്തായാലും അജിത് കുമാർ മാറോളി പറയുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് CPM പണിത് നൽകിയ വീടുണ്ട്, മമ്മൂട്ടിയാണ് താക്കോൽ നൽകിയത്, അവിടെ എഴുതി വെച്ചിട്ടില്ല CPM നൽകിയതെന്ന്. എൻ്റെ വീടാകെ ജീർണിച്ചിരിക്കുന്നു, ബാലകൃഷ്ണൻ വടകര ഒരു വീടുണ്ടാക്കി തന്നിട്ട് ആരുടെ പേര് വേണമെങ്കിലും എഴുതി വെച്ച് കൊള്ളാൻ പറയുന്നു. ശശിധരൻപിള്ള പറയുന്നു. ശശിധരൻപിള്ള തമാശ പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നു. അജിത് കുമാർ C പറയുന്നു ചങ്ങാതി ഇത് ഓഡിറ്റിന് വിധേയമാക്കേണ്ടതാണ്, കുറച്ചു കാലം കഴിഞ്ഞാൽ വീട് കാണില്ല, വിറ്റ് കാശാക്കും, അവസാനം ഓഡിറ്റിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കുടുങ്ങുമെന്ന് പറയുന്നു. വിറ്റ് കാശാക്കുമെന്ന് പറഞ്ഞാൽ ഒരാളിന് വീട് വെച്ച് കൊടുത്താൽ അയാളൊരു ആവശ്യം വന്നാൽ അയാൾ വിൽക്കരുത്, ആജീവനാന്ത കാലം നിശ്ചിത കാലം ആ വീട് വെച്ചതുകൊണ്ട് അവിടെ തന്നെ നിങ്ങളത് വിൽക്കരുത് എന്നൊക്കെ പറയാം. അതിനപ്പുറത്തേക്ക് നമുക്ക് ഒരാളോടും അങ്ങനെ ഒരു വ്യവസ്ഥയൊന്നും വെക്കാൻ കഴിയില്ല. സ്ത്രീകൾക്ക് ബസ്സിൽ ഫ്രീ നൽകുന്നതിൻ്റെ പേര് പ്രിയദർശിനി, അതെന്തിനാ സഹോദര ബ്രാൻഡിങ് എന്ന് പറയുന്നു.
ഗോപാലകൃഷ്ണൻ പറയുന്നു, എന്തിനാ ഈ ആങ്കർ നാണക്കേടെന്ന് 100 വട്ടം പറയുന്നത്? ഒരു കാർ ലോൺ എടുത്താൽ RCയിൽ ബാങ്കിൻ്റെ പേരാണ് വരുന്നത്. ഓണർക്ക് നാണക്കേടുണ്ടെങ്കിൽ ലോൺ എടുക്കരുത്. ഗോപാലകൃഷ്ണൻ, ആരെങ്കിലും കാറിൻ്റെ ലോൺ എടുത്താൽ കാറിൻ്റെ ഫ്രണ്ടിൽ ഇത് ലോൺ എടുത്ത് ഇന്ന ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് വാങ്ങിയ കാർ എന്ന് കാറിൻ്റെ ഫ്രണ്ടിൽ ആരും സ്റ്റിക്കർ പതിപ്പിക്കാറില്ല. RC ബുക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു സാധനമല്ല. വീട്ടുകാർക്ക് രേഖ കൊടുക്കേണ്ടെന്ന് ആരും പറഞ്ഞില്ല. ആ ഉപമ വല്ലാത്ത ഒരു കടന്ന കൈയായിപ്പോയി ഗോപാലകൃഷ്ണൻ. ഈ ബുദ്ധിയൊക്കെ എവിടുന്ന് വരുന്നു? എന്തായാലും പിന്നീടും സമൻ വിത്ത് എന്ന് പറയുന്ന കക്ഷിയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അത് ഇനി വീണ്ടും ബാബു രാജൻ കാഞ്ഞിരപ്പുഴ, ബാബു കുന്നംകുളത്തിൻ്റെ അഭിപ്രായം കേൾക്കുമ്പോൾ അല്പത്തരമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. ഇതുമായതുകൊണ്ടാണോ പൊതുവേദിയെ ഇവിടെ പറയുന്നത്, മറ്റുള്ളവരെ സൂചിപ്പിക്കാനല്ല അഭിപ്രായം പറയുന്നത് എന്നൊക്കെ പറയുന്നു. എന്നാലും അങ്ങനെ കുറേയേറെ അഭിപ്രായങ്ങൾ കൂടി ഇതിൽ കിടപ്പുണ്ട്. ശ്രീ വിനോദാണ് കോഴിക്കോട്. ശ്രീ വിനോദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തുടക്കത്തിൽ തന്നെ, ഭരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രിയും പാർട്ടിയും രണ്ടു വഴിക്കാണോ എന്ന സംശയം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണോ? വിനോദിൻ്റെ ടെലിഫോൺ മധ്യത്തിൽ ചില തടസ്സമുണ്ട്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ. ശ്രീ ദാസൻ, താങ്കൾക്ക് പറയാം. തിരുമാവോ, ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾ ഈ വീട്ടിനെ പറ്റി പറഞ്ഞതിനെ പറ്റിയാണ് പറയുന്നത്. ഇടയ്ക്ക് പറഞ്ഞു, നമുക്ക് നമ്മുടെ വിഷയത്തിരിക്കാം. വീട് പറഞ്ഞു. ഒരു വീട് ഇല്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അതിന്റെ വിഷം അറിയൂ. ഇപ്പൊ വിളിക്കുന്ന ചെറിയ ആൾക്കാർ ചിലപ്പോ 2 നില വാർക്ക വീട്ടിന്റെ മുകളിൽ കയറി വിളിക്കുന്നതാവുക. ഞാൻ പറഞ്ഞത് പാണക്കാട് തങ്ങള് മുസ്ലിം ലീഗുകാരൻ്റെ ഒരു വീടുണ്ടായി തെറ്റ പാണക്കാട് തങ്ങൾ ചിത്രം വെക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ കൂടിയുണ്ട്. നിങ്ങൾ വെറുതെ വീടില്ലാത്തവനെ നിങ്ങൾ ഏത് ചിത്രമോ നിങ്ങൾ എന്തോ വെച്ചോ, നമ്മൾ വീടില്ലാത്തവന് തയ്യാറാണ്. നിങ്ങൾ എന്തിനാണ് ഈ വീടില്ല ഒരു കൂടില്ലാത്തവന് മാത്രമേ എനിക്ക് വിഷമം അറിയൂ. ശ്രീ ദാസൻ, അതെ, ഒരു കാര്യം താങ്കളോടും പറയാനുണ്ട്. വീട് ഇല്ലാത്ത ഒരു മനുഷ്യന് ആരെങ്കിലും സർക്കാരോ വ്യക്തിയോ ഒരു വീട് കൊടുക്കുന്നു. എന്നിട്ട് ആ വീടിന് മുന്നിൽ ഇന്നയാൾ നൽകിയ വീട്, അല്ലെങ്കിൽ സർക്കാരെങ്കിൽ സർക്കാർ, വ്യക്തിയെങ്കിൽ വ്യക്തി, സംഘടനയെങ്കിൽ സംഘടന, അവർ നൽകിയ വീട് എന്ന് എഴുതി വെക്കുന്നത് അത് അയാളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. അത് ചെയ്യുന്നത് ശരിയല്ല. അയാൾക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനെ അല്ല ആരും എതിർക്കുന്നത്. വീട് വെച്ച് കൊടുക്കണം. ആ വീട് വെച്ച് കൊടുക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിങ്ങളുടെ പേര്, നിങ്ങളൊരു വ്യക്തി ദാസൻ നാളെ ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തിട്ട് ആ വീടിന് മുന്നിൽ ഇത് ദാസൻ വക സംഭാവന നിർമ്മിച്ച വീട്, അല്ലെങ്കിൽ ദാസൻ നിർമ്മിച്ച് നൽകിയ വീട് എന്ന് എഴുതി വെച്ചാൽ അത് അല്പത്തരമാണ്. കിരൺ ബാബു, അങ്ങനെ ഇല്ല. ഇത് മോദിയുടെ പേരോ അങ്ങനെ ഇല്ലെങ്കിൽ നല്ലത്. അങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ല, ഞാൻ ഈ PMAയുടെ വീടിന്റെ കാര്യം മാത്രമല്ല പറഞ്ഞത്. ആര് സഹായം ചെയ്യുന്ന കാര്യത്തിലായാലും അത് തന്നെയാണ് അഭിപ്രായം. അല്ല, ഗുണഭോക്താവ് തയ്യാറാണ്. ഗുണഭോക്താവിന് എന്തും തയ്യാറാവില്ലേ? എനിക്ക് പണമില്ല, എനിക്ക് പെട്ടെന്ന് ചികിത്സിക്കേണ്ടി വന്നു, എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ മക്കൾക്കോ ഭാര്യയ്ക്കോ ആർക്കെങ്കിലും, അല്ലെങ്കിൽ എനിക്കൊരു രോഗം വന്നു, അപ്പോൾ പെട്ടെന്ന് 4-5 ലക്ഷം രൂപ വേണം. ഒരാളിന് അവർ പറയുന്ന എല്ലാ വ്യവസ്ഥയും അംഗീകരിക്കും ഞാൻ. എനിക്ക് ഇല്ലാത്ത ഒരാളിന് ആ വ്യവസ്ഥ അംഗീകരിക്കും. അത് ഗതികേടാണ്. കാട് കയറാതെ ഞാൻ പറഞ്ഞ സദാചാരവാദികളെ നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെ വീട് എടുത്തു കൊടുക്കുന്നേ. ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയാം. എനിക്ക് വീടില്ല, എനിക്ക് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കാൻ തയ്യാറാണ്. പാണക്കാട് തങ്ങൾ വീടെടുത്തെന്നാൽ ഞാൻ പാണക്കാട് തങ്ങളെ ഫോട്ടോന്റെ മുമ്പിൽ വെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനത്തെ ആൾക്കാർ ഈ നാട്ടിലുണ്ട്. കിരൺ ബാബു പിന്നെയും പറയുന്നത്, കിരൺ ബാബു ഞാനൊരു 5000 രൂപ മാസം വാടക കൊടുത്തിട്ട് ജീവിക്കുന്ന ആളാണ്. ഞാൻ ഇപ്പം താമസിക്കുന്ന ഒരു വീട്ടിൽ 6 കൊല്ലായി 3,60,000 രൂപ ആ വീട്ടിൽ ഞാൻ വാടക കൊടുത്തു കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഞാൻ തയ്യാറാണ്. അങ്ങനെ അടിച്ച് ആശ്രയിക്കണ്ട. അങ്ങനെ വായിക്കുന്ന ആൾക്കാർ ഇഷ്ടമാണ് വായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ കിരൺ ബാബു എന്ന് പറയാം. അല്ലാതെ ദാസന്റെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. അങ്ങനെ അഭിപ്രായമുള്ളവരുമുണ്ട്. അത് പൂർണ്ണമായും മാനിക്കുന്നു, അഭിപ്രായത്തെയും മാനിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ചത് ആ അർത്ഥത്തിലല്ല. സർക്കാർ ഒരു സംവിധാനം സഹായം ചെയ്തു കൊടുത്തിട്ട്, ഏത് സർക്കാരായാലും അതിൻ്റെ മുന്നിൽ വീടിൻ്റെ ഒരു വ്യക്തിയുടെ വീടാണെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തിക്ക് ഒരു സഹായം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് സഹായം ചെയ്തു കൊടുത്ത ആൾ എന്ന് നമ്മൾ പറയുന്നതിൽ ആ വ്യക്തിക്കുണ്ടാകുന്ന ഒരു ആത്മാഭിമാനത്തിന് വിഷയമാണ് ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും ഒരു ചെറിയ ഇടവേള, വളരെ വേഗത്തിൽ മടങ്ങി വരാം. ശ്രീ ആനന്ദാണ് കൊല്ലത്ത് നിന്നും. ശ്രീ ആനന്ദ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഗുഡ് ഈവനിങ് സാർ. പറഞ്ഞോളൂ സാർ. അതായത് നമ്മൾ ഈ പേര് വെക്കുന്നതേ, നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം VD സതീശനും പാർട്ടിയും 2 വഴിക്കും എന്നുള്ളതാണ്. ആ പേര് വെക്കുന്ന വിഷയം നമുക്കിനി കളയാം. എന്തായാലും അത് കുറെ ആളുകൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നിൽക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിഷയം മൊത്തം മാറിപ്പോ. സാറേ, അതായത് നമ്മൾ ഇപ്പൊ സംഭവിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് നിലപാടുകളുടെ രാജകുമാരൻ എന്നും പറഞ്ഞാണ് ഭയങ്കര പബ്ലിസിറ്റി ഉൾപ്പെടുത്തത്. അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം നിലപാടില്ല, ഒന്നുമില്ല. മുഖ്യമന്ത്രി ഒരു വഴിക്ക്, പാർട്ടി മറ്റൊരു വഴിക്ക്, മന്ത്രിമാരെല്ലാം പല വഴിക്ക്. ഇതാണ് അവസ്ഥ കേരളത്തിന്റെ ഇപ്പോ. ശരി, മനസ്സിലായോ? മനസ്സിലായി. ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? കിരൺ സാർ വളരെ
വളരെ പ്രതീക്ഷയോടുകൂടിയാണ് സാർ നമ്മൾ ഈ സർക്കാരിനെ ജനങ്ങൾ അധികാരത്തിലേറ്റിയത്. കുറച്ചൊക്കെ ജനങ്ങൾ ഈ സർക്കാരിന്റെ അല്ല, ഈ കോൺഗ്രസ് വന്നിട്ടുണ്ട്. അധികാരത്തിലേറി കഴിഞ്ഞു. ഇനിയെങ്കിലും UDFും ഗവൺമെന്റും നല്ല രീതിയിൽ മുന്നോട്ട് പോയി ജനങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സാർ. ശരി, സലീമാണ് മലപ്പുറത്ത് നിന്നാണ്. ശ്രീ സലീം, VD സതീശൻ എന്ന നേതാവിൽ കേരളത്തിൽ നിന്നും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോഴും ഒക്കെ തികഞ്ഞ ജനാധിപത്യവാദിയായ അല്ലെങ്കിൽ ഏകാധിപത്യ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാത്ത ഒരാൾ എന്നുള്ള ഒരു പ്രതിച്ഛായയാണ് അദ്ദേഹത്തിനുണ്ടായത്. പക്ഷേ മുഖ്യമന്ത്രി ആയ ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളെങ്കിലും സംശയം ഉളവാക്കുന്നതാണ്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും പറഞ്ഞോളൂ. മുഖ്യമന്ത്രി ആവുന്ന ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നി. ഇന്നിപ്പോൾ പലരുടെയും അങ്ങനെ ഉണ്ടായി, എന്താണെന്ന് അറിയില്ല. ശ്രീ ഇബ്രാഹിം ഷായാണ് പാലക്കാട് നിന്ന്. ശ്രീ ഇബ്രാഹിം ഷാ, താങ്കൾ പറഞ്ഞോളൂ. സർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഈ VD സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹവും പാർട്ടിയും രണ്ട് തട്ടിലാണോ എന്നാണല്ലോ ഇപ്പോഴത്തെ വിഷയം. എങ്ങനെയാണ് സാർ അത് വരിക? അതായത് KPCC യോഗം കൂടിയാലും അതിലുപരി, അതായത് UDF യോഗം കൂടിയാലും അതിലുപരി സ്റ്റേറ്റിന്റെ കാര്യത്തെ അഗ്രഗണ്യമായിട്ട് കാര്യങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ചീഫ് മിനിസ്റ്ററാണ് നമ്മുടെ VD സതീശൻ. അതിലൊന്നും ആർക്കും തർക്കമില്ല. പക്ഷേ ഇത് മനഃപൂർവ്വം ഒരു ഹിന്റ് ഉണ്ടാക്കുകയാണ്. അതായത് ആരെങ്കിലും KPCCയുടെ ഉത്തരവാദപ്പെട്ടവരോ UDFന്റെ ഉത്തരവാദപ്പെട്ടവരോ ആരെങ്കിലും പൊതുവേദിയിൽ വന്നിട്ട് ഇങ്ങനെ VD സതീശൻ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി അറിയാതെയാണ്, മുന്നണി അറിയാതെയാണെന്ന് ആരെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ശ്രീ ഇബ്രാഹിം ഷാ, ഈ മദ്യത്തിൻ്റെ വിഷയത്തിലടക്കം അഭിപ്രായം പറഞ്ഞത് ഒന്ന് VM സുധീരനാണ്. KPCCയുടെ മുൻ അധ്യക്ഷനാണ്. കേരളത്തിലെ കോൺഗ്രസിലെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ അടക്കം നിർണായക ഇടപെടൽ നടത്തിയ ഒരാൾ കൂടിയാണ്. മറ്റൊന്ന് PM നിയാസ് ആണ്. PM നിയാസ് KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. മറ്റൊന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം സ്പീക്കറാണ്. കേരളത്തിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ നിരവധി പേർ നേരിട്ട് പരസ്യമായും അല്ലാതെയും എല്ലാം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ചാനലുകളിലെല്ലാം അതിൻ്റെ ബൈറ്റുകളും എല്ലാം ഞങ്ങളുടെ ചാനലടക്കം പരിശോധിച്ചാൽ അതെല്ലാം ഇപ്പോഴും കാണാം. സാർ, നമ്മളൊരു കാര്യം പറയേണ്ടത്, ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ, എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് അതാത് ഫോറങ്ങളിലല്ലേ ഉത്തരവാദപ്പെട്ടവർ പറയേണ്ടത്, അല്ലാതെ പബ്ലിക്കിലല്ല. അവരോട് ചോദിക്കേണ്ട ചോദ്യമാണ്, നമ്മളോടല്ല. ഫോറത്തിൽ ചർച്ച ചെയ്യാതെ അതൊന്നും മുഖവിലേക്ക് എടുക്കരുത്. അതായത് ഒരു ഫോറത്തിൽ ഏത് പാർട്ടി ആയിക്കോട്ടെ, CPM ഓ കോൺഗ്രസോ ഭരിക്കുമ്പോൾ നയപരമായ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആ നയ തീരുമാനം എടുക്കേണ്ടത് ആ പാർട്ടിയാണ്. ആ പാർട്ടി തീരുമാനമെടുത്തിട്ട് പാർട്ടിയുടെ തീരുമാനമാണ് നടപ്പാക്കേണ്ടത്. ആ പാർട്ടിയിൽ ആലോചിക്കാതെ ഒരു തീരുമാനം എടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായും അവിടെ പുറത്ത് പറയും. ഇപ്പോൾ CPM രീതി വെച്ചാണെങ്കിൽ ചിലപ്പോൾ പുറത്ത് പറയില്ലായിരിക്കും. പക്ഷേ കോൺഗ്രസിന്റെ രീതിയിൽ അങ്ങനെയല്ല, അവർ പുറത്ത് പറയും. അത് കോൺഗ്രസിന്റെ രീതിയാണ്. അത് കാലങ്ങളായി അങ്ങനെയാണത്, അല്ലേ? അത് അങ്ങനെയാണ്. അതിന്റെ ഗുണവും സാർ, നമ്മള് പൊതുവിൽ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ നോക്കി, വെറും 42 ദിവസമായിട്ടുള്ളൂ ഈ VD സതീശന്റെ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട്, അല്ലെ? 30ഉം 14ഉം 44 ദിവസം, അല്ലേ സാർ? അതെ, അത്രേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് നമ്മൾ ജനറലായിട്ട് നമ്മൾ പാർട്ടി ബേസിലല്ല പറയുന്നത്, ജനറലൈസ് ചെയ്ത് നോക്കുമ്പോൾ നമ്മളെല്ലാം സങ്കല്പിക്കുന്നതിനും അപ്പുറമാണ് മുഖ്യമന്ത്രിയുടെ ഒരു നീക്കങ്ങൾ. അത് നമ്മൾ ഭരണത്തിൽ ഏതെങ്കിലും, ശ്രീ ഇബ്രാഹിം ഷാ, അവര് ഭരണത്തിൽ എടുത്ത ഏതെങ്കിലും പിഴവിനെ കുറിച്ചോ ഒന്നുമല്ല നമ്മൾ ചർച്ച നടത്തുന്നത്. നമ്മൾ ചർച്ച നടത്തുന്നത് സുപ്രധാനമായ ചില വിഷയങ്ങളിൽ. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന വിഷയം, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ വിദേശ മദ്യത്തിന് നികുതി ഇളവ് ചെയ്ത വിഷയം, PM ശ്രീയെ സംബന്ധിച്ച നിലപാട്, ഇത്തരം വിഷയങ്ങളിൽ പാർട്ടി ചർച്ച നടത്തുകയോ അവിടെ തീരുമാനമെടുക്കുകയോ ചെയ്യാതെ VD സതീശൻ എന്ന മുഖ്യമന്ത്രി സ്വന്തം ഏകാധിപത്യം കാണിക്കുന്നുണ്ടോ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു. അതിനെതിരെ പാർട്ടിയിൽ നിന്ന് എതിരഭിപ്രായം ഉണ്ടായി. സ്വാഭാവികമായും അത് നമ്മൾ ചർച്ച ചെയ്യില്ല. ആ ചർച്ചയാണ് നമ്മുടേത്. അല്ലാതെ നമ്മൾ VD സതീശൻ സർക്കാർ മോശമാണെന്നൊന്നും അഭിപ്രായം നമുക്കില്ല. അങ്ങനെ ഒരു ചർച്ച അതിനുള്ള സമയവുമായിട്ടില്ല. സർക്കാരിന്റെ വിലയിരുത്താനുള്ള സമയവുമായിട്ടില്ല. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ എന്റെ ഒരു ഒബ്ജക്ഷൻ ഞാൻ പറയാം VD സതീശന്റെ ഭാഗത്തു നിന്നുള്ള. എന്താണെന്ന്, ഈ സിനിമാ നടനും സംഗീത സംവിധായകനും ശ്രീ MTക്കും അദ്ദേഹത്തെ തന്റെ സാഹിത്യകാരനാണ്, കേരളം കണ്ട ഏറ്റവും ഉന്നതനാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ അവർക്കൊക്കെ വേണ്ടി കോടികൾ ചെലവഴിച്ച് സ്മാരകം നിർമ്മിക്കുക എന്നുള്ളത് ഏറ്റവും നമ്മൾ അപലപിക്കപ്പെടേണ്ടതാണ്. അപലപിക്കുന്നു ഈ ഒരു അവസരത്തിൽ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം.
അല്ല, ഇത് എന്ന് പറയുന്നത് പിന്നെ പാർട്ടിയുടെ ഈ കോൺഗ്രസിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളാണ്. അവിടെ ഇവിടെ നിൽക്കുന്നവരല്ല പറയുന്നത്. ഭാരവാഹികളാണ്. അതായത് ഇലക്ഷൻ സമയത്ത് മുഖ്യധാര പ്രചരണ രംഗത്ത് നിന്നവരാണ്. മുഖ്യമന്ത്രിയാക്കാൻ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ചവരാണ് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും രണ്ട് തട്ടിലാണെന്ന് പറയുന്നത് സംശയമല്ല, ആണ്. പിന്നെ അതുപോലെ തന്നെ താങ്കളുടെ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട്. പിന്നെ മുസ്ലിം ലീഗിലെ പ്രധാന ഘടകകക്ഷി കോൺഗ്രസിനേക്കാൾ ഏറെക്കുറെ മലബാർ മേഖലകളിൽ വളരെ ശക്തമായ ഒരു ഘടകകക്ഷിയാണ് അവരുടെ പിന്നെ മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന് പോലും ശക്തമായ അമർഷം ഉണ്ടെന്നൊക്കെ പല തീരുമാനങ്ങൾ ഓരോന്നോരോന്ന് പലരെ നിയമിക്കുന്ന കാര്യത്തിലും ഒക്കെ സംഘപരിവാർ പശ്ചാത്തലമുള്ളവരെ നിയമിക്കുന്നു, വൈസ് ചാൻസലർ വരുന്നു, മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥൻ മേധാവി വരുന്നു, അങ്ങനെയൊക്കെ പല പല വിഷയങ്ങളുണ്ട്. എല്ലാം എണ്ണി പറയുന്നില്ല. അതിനകത്തെല്ലാം അമർഷമുണ്ട്. ഇവരൊക്കെ സംഘപരിവാർ ബന്ധമുള്ളവരാണെന്ന് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ മാധ്യമങ്ങളിലൂടെയും വരുന്നു. അതിന്റെയൊക്കെ അമർഷം ഇവരെല്ലാം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ശ്രീമാൻ വി.ഡി. സതീശൻ ഏകാധിപതിയെ പോലെ തന്നെ പോവുകയാണ്. പാർട്ടി രണ്ട് തട്ടിലാണെന്ന് സംശയമല്ല, അതാണ് എന്ന് ബോധ്യപ്പെടുകയാണ് ഇപ്പോഴും. അതുപോലെ തന്നെ നമ്മളെ വിഴിഞ്ഞത്തിന്റെ കാര്യമൊക്കെ എന്ന് പറയുന്നത് ഇല്ലേ പണ്ട് പറയുന്ന പോലെ പിന്നെ കള്ളൻ താക്കോൽ കൊണ്ടുപോയാലും കള്ളൻ പണപ്പെട്ടി കൊണ്ടുപോയാലും താക്കോൽ എന്റെ മടിയിലുണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്നത് പോലെയാണ് പിന്നെ അതിനെക്കുറിച്ച് ഉള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവന. പറയുമ്പോ അതിനേക്കാളും വലിയ മലക്കമറിച്ചിലുകൾ നടത്തിയിട്ടുള്ള ഒരു പാർട്ടിയും സർക്കാരും ഒക്കെ ആയിരുന്നു താങ്കളുടേത് എന്നതുകൂടി മറക്കരുത്. അതെന്താണ്? എന്തായിരുന്നു വിഴിഞ്ഞം പദ്ധതിയെ കുറിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്? പറഞ്ഞ ആരാണ് എഗ്രിമെന്റ് ഒക്കെ ഉണ്ടാക്കിയത്? അത് പിന്നെ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, പറഞ്ഞത് എന്തായിക്കോട്ടെ. അല്ല, പറഞ്ഞത് തന്നെ എന്തായിരുന്നു പറഞ്ഞത്? അല്ല, പറഞ്ഞത് അവിടെ നിൽക്കട്ടെ. അല്ല, എഗ്രിമെന്റ് ഉണ്ടായിരുന്നു. എഗ്രിമെന്റ് വയലേറ്റ് ചെയ്ത് പോകണമായിരുന്നു. സെക്രട്ടറി അപ്പോൾ 7000 കോടി രൂപയുടെ പദ്ധതിയിൽ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളല്ലേ? അതിനുശേഷം അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു പാർട്ടിക്കാർ മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും എഗ്രിമെന്റ് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. അപ്പൊ അതിൽ നിന്ന് വയലേറ്റ് ചെയ്ത് പോകണമായിരുന്നോ? ഞാൻ ചോദിച്ചത് അതല്ലല്ലോ. അതിനെതിരെ 6000 കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെയല്ലേ പറഞ്ഞതുകൊണ്ട് എഗ്രിമെന്റിൽ നിന്ന് മാറി പോണോന്ന് ആയിരുന്നോ കിരൺ പറയുന്നത്? എന്താണ് ഈ 6000 കോടി രൂപയുടെ അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് അവിടെ നിൽക്കട്ടെ. അല്ല, അതിന് വയലേറ്റ് ചെയ്ത് എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങള് മാത്രമല്ല, എല്ലാ ആളുകളും ഈ തരത്തിലേക്കുള്ള ഒന്നാന്തര മലക്കമറിച്ചിലുകൾ നടത്തിയിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് എപ്പോഴും ഓർമ്മ വേണം. എങ്ങനെ താരതമ്യം? ഇവിടെ അങ്ങനെയാണെങ്കിൽ വി.ഡി. സതീശൻ ഇവിടെ നടക്കത്തില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ പാതിരിമാരെ എല്ലാം കൊണ്ടുവന്ന് അവിടെ പിന്നെ മത്സ്യത്തൊഴിലാളിയെ കൊണ്ടുവന്ന് അവിടെ ഞാൻ പറഞ്ഞില്ലല്ലോ അവര് മലക്കം പറഞ്ഞില്ലെന്ന്. നിങ്ങളും മലക്കം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങൾ മഹത്തരമാണ് അവര് മോശക്കാരാണ് എന്ന് പറയാൻ പറ്റില്ല. അവര് മോശക്കാര് നിങ്ങൾ മോശക്കാര് എന്നുള്ള തരം രണ്ടുപേർക്കും പറയാനുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു. മഹത്തരമാണെന്ന് പറയുന്നില്ല, ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറയും. ഇതിനേക്കാൾ മെച്ചമാണെന്ന് പറയാം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തില്. ഇവിടെ ആയതുകൊണ്ട് ആ അഭിപ്രായങ്ങളൊക്കെ പുറത്ത് പാർട്ടിയിൽ പറയുന്നു. അവിടെ ആയതുകൊണ്ട് ആരും പറയാനില്ലായിരുന്നു എന്ന് നിങ്ങളല്ലേ പറയുന്നത്? ഞങ്ങൾ പറയാത്തതുകൊണ്ടാണല്ലോ, ജനം തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ. ഇതിപ്പോ നേരത്തെ ഒരു സുഹൃത്ത് വന്നതുകൊണ്ട് ഫോറത്തിൽ പറയണ്ടോ? ഞങ്ങൾ ഫോറത്തിൽ പറയാതെ റോഡിൽ വന്നെന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഫോറത്തിൽ പോലും പറയാത്തത് കൊണ്ടല്ലേ കഴിഞ്ഞ സർക്കാരിന് ഈ തരത്തിൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്? പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണങ്ങൾ പലതാ. അത് പല ആവർത്തി നമ്മൾ ചർച്ച ചെയ്യാൻ സമയം തരുവാണെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാം. അറിയാം ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നത് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല ഷാജി അങ്ങനെ പറയാത്തതെന്നും എനിക്കറിയാം. അല്ല, ഞാൻ പറഞ്ഞു നിങ്ങൾ മനു ആണോ പിന്നെ കിരണാണോ എന്നുള്ളത് ഒരു സംശയമുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ നേരിട്ട പരാജയത്തിന് കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അടുത്ത ആളിലേക്ക് പോകണം. ശ്രീലേഖയാണ് ബാംഗ്ലൂരിൽ നിന്ന്. ശ്രീമതി ശ്രീലേഖ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വി.ഡി. സതീശനെ വലിയ പ്രതീക്ഷയോടുകൂടി കണ്ടതാണ് കോൺഗ്രസ്സുകാരും കേരളത്തിലെ ജനങ്ങളും ഒക്കെ. അവിടെ ഒരു ഏകാധിപത്യ പ്രവണത ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പാർട്ടിയുമായി ആലോചിക്കാതെ തീരുമാനങ്ങൾ വന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പാർട്ടി നേതാക്കളുടെ പ്രതികരണങ്ങളും ഒക്കെ പുറത്തു വരുന്നു. എന്താണ് പറയാനുള്ളത്? ഒന്നും ഒരു കുഴപ്പമില്ല. ഒരാൾക്ക് ഭരിക്കാനിരിക്കുമ്പോ ഭരിക്കാൻ കൊടുക്കുക. ആരായിക്കട്ടെ, ഇടതായിക്കോട്ടെ, നാളെ BJP വന്നാലും കുഴപ്പമില്ല, കോൺഗ്രസ്, ഇതിലൊന്നും നമ്മൾ ഡിബേറ്റ് ചെയ്ത് തല്ലൂട്ടം കത്തിക്കൂട്ടലൊന്നും എത്തേണ്ട ഒരു ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ജനങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നന്നായി ഭരിക്കാം. ഈ സമയം കൊടുക്കുക. ഓരോ കാര്യങ്ങൾ തീരുമാനങ്ങൾ 2-3 വട്ടം നന്നായിട്ട് ആലോചിക്കണം. സ്ത്രീ ആയാലും പിന്നെ അതുപോലത്തെ വിഴിഞ്ഞത്തെ കാര്യമായാലും മദ്യപാനം ആയാലും കുറച്ച് പെട്ടെന്ന് കാര്യങ്ങൾ തീരുമാനം എടുക്കാണ്ട് ഒന്ന് ഇരുത്തം വന്നിട്ട് നമ്മുടെ കേരളത്തിന്റെ ഘടന അനുസരിച്ച് നമ്മൾ വേറെ സംസ്ഥാനങ്ങൾ നോക്കി അതുപോലെ തന്നെ കോപ്പി അടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് നമുക്കിത് അനുകൂലമാണോ, നമ്മുടെ ഇത് വളർച്ചയ്ക്ക് നല്ലതാണോ, നമ്മുടെ യുവജനങ്ങൾക്ക് ഇപ്പൊ ഉദ്യോഗമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരു
ഒരു 12,000 രൂപയുടെ ഉദ്യോഗം കിട്ടിയ ഒരു സൂപ്പർ താരങ്ങളാവും. ഈ ഡ്രഗും ഉണ്ടാവില്ല, നമുക്ക് തൂഫാന്റെ കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റും. അവരെ വേട്ടയാടുന്നേക്കാളും നല്ലത് നല്ലൊരു ജോലി കൊടുക്കുക, തരക്കേടില്ലാത്തൊരു ജോലി. അതാണ് നമ്മൾ പിന്നെ കുട്ടികളെ മർദ്ദിക്കാണ്ടിരിക്കുക അധ്യാപകർ, അതെനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ഡിബേറ്റ് ആരോഗ്യപരമാവുക. പിന്നെ മന്ത്രിമാരും അവരൊക്കെ ആവുമ്പോ അവരൊക്കെ കൂടി ആലോചിക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ അടുക്കളയിൽ വന്ന് നമ്മ അവിടെയും വന്ന് പറയണമെന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഭരിക്കാൻ അവസരം കൊടുക്കുക. ആര് ഭരിച്ചാലും കുറ്റങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ജനങ്ങളും കൂടി ചേർന്ന് അത് പരിഹരിക്കുക. അല്ലാണ്ട് ഞാനാണ് വാക്കിൽ കസർത്ത്, ഞാനാണ് സൂപ്പർമാൻ സൂപ്പർ വുമൺ, ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കേരളത്തിന് ഏതാണോ വേണ്ടത്, ജനങ്ങളും മന്ത്രിമാരും ആരായാലും ഇരുന്ന് ചിന്തിക്കുക. യുവജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. മദ്യത്തിന്റെയും വിഴിഞ്ഞത്തിന്റെയും സ്ത്രീയൊക്കെ കൂടുതൽ ഇരുന്ന് ചിന്തിച്ചിട്ട് തീരുമാനമെടുക്കുക. നമുക്ക് കേന്ദ്രത്തിനോടായാലും നമുക്ക് പറയാൻ ധൈര്യം നന്നായിട്ട് കാണിക്കാം. നമ്മുടെ ശരി. നമുക്ക് വേറെ സംസ്ഥാനങ്ങളുടെയും വേറെ രാജ്യങ്ങളുടെയും ഒന്നും നോക്കണ്ട. നമ്മുടെ രാജ്യം സൂപ്പർ ആവണം. അതിനു വേണ്ടിയിട്ട് പതുക്കെ ചിന്തിച്ച് തീരുമാനമെടുത്താൽ മതി. അവര് പൊട്ടയാണ് ഇവര് പൊട്ടയാണ്. അപ്പൊ നമുക്ക് നല്ലത് സ്വീകരിക്കാൻ നേരം കിട്ടില്ല, പൊട്ട തെരഞ്ഞെടുക്കാൻ നേരം കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ശ്രീലേഖ. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഒരു സർക്കാരിനെ വിലയിരുത്തേണ്ട സമയമായില്ല, പക്ഷേ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ വി.ഡി. സതീശൻ എടുക്കുന്ന പല തീരുമാനങ്ങളും പാർട്ടിയിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ആരോപണം ഉയർത്തുന്നത് പാർട്ടി നേതാക്കൾ തന്നെയാണ്. നമസ്കാരം. എനിക്ക് സാറേ ഇതേക്കുറിച്ച് പറയാനുള്ള വെച്ചാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. മറ്റുള്ള രാഷ്ട്രീയ പോലെ അടിസ്ഥാനപരമായ തത്വങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. നമുക്കറിയാമല്ലോ, കോൺഗ്രസിന്റെ കമ്മിറ്റികളിലൊക്കെ ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്ന ഓരോരുത്തരുണ്ട്. അഭിപ്രായങ്ങൾ മാനിക്കുന്നതിന് തെറ്റില്ല. പക്ഷെ ഇത്തരം അഭിപ്രായങ്ങൾ മാനിക്കാതെ വരുമ്പോൾ അതിന് സ്വന്തമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, അത് ഞാൻ ചെയ്യുന്ന ശരിയെന്ന രീതിയിൽ വരുന്ന രീതിയാണ്. അല്ല, മുഖ്യമന്ത്രി ചെയ്യുന്ന ഓരോ വകുപ്പുകളിലും മുഖ്യമന്ത്രി ബന്ധപ്പെടണമല്ലോ. മുഖ്യമന്ത്രിയാണല്ലോ ഈ സഭയുടെ നാഥൻ. ഈ നാഥനായിരുന്നു തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോ വിഷയങ്ങൾ മന്ത്രിമാർക്ക് പ്രശ്നമുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അന്തിമ തീരുമാനം എടുക്കണ്ടേ. അത് ഏകാധിപത്യ തീരുമാനമൊന്നും ഞാൻ പറയല. കാരണം വെച്ചാൽ UDF ഭരിക്കുന്നതാണ്, 5-6 കക്ഷികൾ കൂടി ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി. അതിൽ പല അഭിപ്രായങ്ങളുണ്ടാവും, പല വ്യത്യാസങ്ങളുണ്ടാവും. ഈ അഭിപ്രായത്തിൽ എല്ലാത്തിനും മാനിച്ചുകൊണ്ട് വരുന്ന രീതിയാണ് ഈ വി.ഡി. സതീശൻ കാണിക്കുന്നത്. അല്ല, ഏകാധിപത്യം എന്ന് പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റത്തില്ല. വി.ഡി. സതീശൻ നമുക്കറിയാം ഒരു കളവോ വഞ്ചനയോ ഒന്നുമില്ലാത്ത ഒരാളാണ്. ആ വഞ്ചനയൊന്നുമില്ലാതെ കൃത്യമായി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കറിയാം. മറ്റുള്ള മന്ത്രിമാരുടെ അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഓരോ കാര്യങ്ങളിലും എടുത്ത തീരുമാനങ്ങൾ നമുക്കറിയാമല്ലോ. അവരുടെ അഭിപ്രായങ്ങളെല്ലാം വന്നിരിക്കുന്ന ഓരോ കാര്യത്തിലും പിന്നോക്കം പോവാണ് ഈ തീരുമാനങ്ങളിൽ. അതിനെ തീർച്ചയായിട്ടും ഒരു നല്ലൊരു രീതിയിലേക്ക് കൊണ്ടുനയിക്കാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രി ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്ന്. ശ്രീമതി ജയ, ഈ താങ്കളുടെ പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോൾ പാർട്ടി പ്രവർത്തകർക്കും കേരളത്തിനുമൊക്കെ വലിയ പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം കൂട്ടായ ഒരു തീരുമാനത്തിൻ്റെ നേതൃത്വത്തിൻ്റെ ആളാണ് എന്നാണ് ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതേ പാർട്ടിയുടെ പ്രധാന നേതാക്കൾ തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളും അങ്ങനെ കൂട്ടായ ചർച്ച ഉണ്ടാവുന്നില്ല എന്ന്. നമസ്കാരം കിരൺ. നമസ്കാരം. ഇതിപ്പം മുഖ്യമന്ത്രിയും പാർട്ടിയും 2 തട്ടിലാണോ എന്നാണ് ചോദ്യം. 2 തട്ടിലൊന്നുമല്ല, ഒരു തട്ടിൽ. നമ്മുടെ കേരള സംസ്ഥാനം ഉണ്ടായപ്പം മുതലേ നടക്കുന്ന ഒരു കാര്യമായത്. മുഖ്യമന്ത്രി ഒരു തീരുമാനം എടുത്താലും പിന്നെ അത് മറ്റു മന്ത്രിമാരുമായിട്ട് ആലോചിക്കും. അല്ലാതെ അദ്ദേഹത്തിന്റെ തന്നെ തീരുമാനം അടിച്ചേൽപ്പിക്കത്തൊന്നുമില്ല. ഈ അഭിപ്രായം പറയുന്നവർക്കൊക്കെ മുഖ്യമന്ത്രിയെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ലാത്തവരാ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ പ്രതീക്ഷിക്കേ വേണ്ട. നല്ല രീതിയിൽ തന്നെ വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ പോകും. അതിന് അടിപിടിയോ ഒന്നുമില്ല. ഈ പറയുന്നവരാരും ഇതിനകത്ത് സഹായിക്കാനും കാണത്തില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, വേറൊരു കാര്യമുണ്ട്. നമ്മുടെ കേരളം രൂപീകരിച്ച അന്ന് മുതലുള്ള മന്ത്രിസഭയിൽ ഉണ്ടായ ഒരു പ്രശ്നമായി. ഇപ്പം വി.ഡി. സതീശൻ കയറിയപ്പോൾ മാത്രമല്ല ഇതുണ്ടായത്. ഇതിന് മുന്നേ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആൾക്കാർക്കെല്ലാം ഇങ്ങനെ ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് എല്ലാവരുമായിട്ട് ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുമെന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. രാധാകൃഷ്ണനാണ് വൈറ്റിൽ നിന്ന്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ തുടക്കത്തിലെ ഇങ്ങനെ ഒരു കല്ലുകടി പാർട്ടിയുമായി ഉണ്ടാവുന്നത് അതിനെ എങ്ങനെയാണ് കാണുന്നത്? നമസ്കാരം. നമസ്കാരം. എന്തായാലും തിരുത്തലുകളൊക്കെ ഉണ്ടാവും. ഇത്രയല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ തിരുത്തലുകളൊക്കെ ഇട്ട് മുന്നോട്ട് പോകും. കാരണം ഇതിനകത്ത് വിമർശിക്കാനും പറയാനും ആളുകളൊക്കെ ഉണ്ട്, സീനിയർ നേതാക്കളും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ ഈ ഏകാധിപതികളൊന്നും എങ്ങും അങ്ങനെ താൽക്കാലിക വിജയം ഉണ്ടാക്കിയിട്ടുള്ളൂ, വിജയിച്ചിട്ടില്ല. കാരണം ബംഗാളാണെങ്കിലും തമിഴ്നാടാണെങ്കിലും കേരളമാണെങ്കിലും ഒക്കെ നമുക്കറിയാം.
അപ്പൊ വിജയങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഇതിനകത്ത് എന്തായാലും നല്ല രീതിയിൽ ഭരണം പോവും. കാരണം ഇതിനകത്ത് എല്ലാവരും ചർച്ച ചെയ്ത് ഇത് കൂട്ടായിട്ട് തന്നെ എടുക്കണം. മന്ത്രിമാരും മറ്റുമൊക്കെ ഇപ്പൊ ഘടകകക്ഷികൾക്കില്ലേ, അവരൊക്കെ ശക്തമായിട്ട് കൂട്ടായ തീരുമാനത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. കാരണം താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം തിരുത്തി നല്ല രീതിയിൽ ഭരണം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ കാഴ്ചപ്പാടും പ്രതീക്ഷയൊക്കെ. ശരി, ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. പക്ഷേ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ഏകാധിപതിയെ പോലെയാണ് പെരുമാറുന്നതെന്ന് പലതവണ പറയുകയും താൻ ഒരു തികഞ്ഞ ജനാധിപത്യവാദിയാണെന്നും ആവർത്തിച്ച് പറയുകയും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്തും ഉജ്ജ്വല വിജയത്തിന് ശേഷവും വിജയത്തിൻ്റെ ക്രെഡിറ്റ് തനിക്കല്ല മുന്നണിക്കാണെന്നൊക്കെ ഉറപ്പിച്ചു പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ്. അത്തരം ഒരു ആർജവം കാണിച്ച നേതാവ് കൂടിയാണ്. തന്നെ സ്വയം ഒരു തികഞ്ഞ ജനാധിപത്യവാദിയാണ്, താൻ ഒരു കൂട്ടായ്മയുടെ ആളാണ്, കൂട്ടായ്മയിലൂടെയാണ് എല്ലാ വിജയങ്ങളും നേടിയത് എന്നൊക്കെയായിരുന്നു അദ്ദേഹം സമൂഹത്തിന് മുന്നിൽ പറഞ്ഞിരുന്നതും. അത്തരമൊരു പ്രതിച്ഛായ സ്വയം അദ്ദേഹം സൃഷ്ടിക്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില നീക്കങ്ങളെങ്കിലും ആ പാർട്ടിയെ, അദ്ദേഹത്തെ വിജയിപ്പിച്ച പാർട്ടിയെ, മുന്നണിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ടോ ചർച്ചയ്ക്കെടുത്തുകൊണ്ടോ അല്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരമൊരു വിഷയം നമ്മൾ ചർച്ചയ്ക്കെടുത്തത്. അല്ലാതെ ഭരണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലോ ഒന്നുമല്ല. ഈ വിമർശനം ഉന്നയിച്ചത് മാധ്യമങ്ങളുമല്ല, VM സുധീരനെ പോലെ, PM നിയാസിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്ന പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിൽ ആണ് ആളുകൾ അഭിപ്രായം പറഞ്ഞത്. വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു. ഇത് രാഷ്ട്രീയമായി പറഞ്ഞ ആളുകൾ, ആ പാർട്ടി എതിർക്കുന്ന ആളുകൾ ആ പാർട്ടിയാകെ മോശമാണെന്നുള്ള മട്ടിൽ പാർട്ടി അനുകൂലിക്കുന്ന ആളുകൾ തന്നെ ചിലരെങ്കിലും അത്തരം തീരുമാനങ്ങളിലേക്ക് ഇത് പോകരുത്, അത് യോജിച്ച തീരുമാനങ്ങളിലൂടെ വേണം മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞവരും, അല്ലാതെ പാർട്ടി ഇല്ലാതെ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത്തരം ജനാധിപത്യ മര്യാദയും ജനാധിപത്യപരമായ കൂടിയാലോചനകളും ആവശ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചവരും അങ്ങനെയൊന്നും അല്ല, മുഖ്യമന്ത്രിക്ക് അങ്ങനെയൊക്കെ തീരുമാനം എടുക്കേണ്ടി വരും എന്ന് ന്യായീകരിച്ചവരുമൊക്കെ ഉണ്ട്. എന്തായാലും ജനങ്ങളുടെ അഭിപ്രായം അത്തരത്തിൽ വ്യത്യസ്തമാണ്. നമുക്ക് നാളെയും മറ്റു വിഷയവുമായി ന്യൂസ് 18 പൊതുവേദി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.